നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വീണ്ടും വീണ്ടും സ്നേഹ നമസ്കാരം. നമ്മുടെ ചൊറിയാതെ വയ്യ പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അങ്ങനെ മാപ്പേ അവസാനം മാപ്പ് പറഞ്ഞു നമ്മുടെ സുഡാപ്പി ഫ്രം ഇന്ത്യ. നോക്കൂ, നമ്മൾക്കറിയാം മാന്യ പ്രേക്ഷകരെ, ഇവിടെ സിനിമ കാണുന്നത് ആരൊക്കെയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ മുക്കാലന്മാർ, അതല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ വിളിക്കുന്ന പേരിലാണെങ്കിൽ മുറിയണ്ടികൾ എത്രത്തോളം കുടുംബങ്ങളാണ്, അതല്ലെങ്കിൽ എത്രത്തോളം ആളുകളാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞാൽ സുഡാപ്പി ഫ്രം ഇന്ത്യ അല്ല, അവന്റെ വാപ്പാന്റെ ഫ്രം ഇന്ത്യ ആണെങ്കിലും മാപ്പ് പറഞ്ഞേ തീരൂ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒത്തൊരുമയോടുകൂടി പ്രതികരിച്ച മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും വലിയൊരു താങ്ക്സ് പറയുക തന്നെയാണ്. കാരണം ഈ വിഷയം നമ്മളൊക്കെ ചാനലിലൂടെ ഉറക്കെ പറഞ്ഞ സമയത്ത് നമ്മളെ വർഗീയവാദികളാക്കിക്കൊണ്ടും, അതല്ലെങ്കിൽ ഈ പറയുന്ന മമ്മൂട്ടി എന്ന് പറയുന്നവർ വലിയ മാർപ്പാപ്പ പട്ടമൊക്കെ നൽകിക്കൊണ്ട് നമ്മൾക്കെതിരെ തിരിഞ്ഞിട്ടുള്ള ആളുകൾ ഇന്ന് പച്ചയ്ക്ക് പറയുക, എന്തുകൊണ്ടാണ് ഷെയ്ൻ നിഗം എന്ന് പറയുന്ന അബി എന്ന് പറയുന്ന മിമിക്രി കലാകാരന്റെ മകൻ, നല്ലൊരു മനുഷ്യനായിരുന്ന അയാളുടെ മകനിലൂടെ മാപ്പ് പറയിപ്പിച്ചപ്പെട്ടത്, അത് പറയിപ്പിക്കാൻ വേണ്ടി മിനക്കെട്ടത് ഒറ്റക്കെട്ടായി നിന്ന മനുഷ്യന്മാർ തന്നെയാണ്. ഇന്ന് അയാളുടെ മാപ്പിൽ അയാൾ വ്യക്തമായിട്ട് പറയുന്നത് കണ്ടും, ഉണ്ണിച്ചേട്ടൻ എന്നെ വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടു, അദ്ദേഹത്തിനും വളരെ വിഷമം വന്നു. മാത്രമല്ല ഉണ്ണിച്ചേട്ടന്റെ ഫാൻസിനോട് ഞാൻ നിരുപാധികം മാപ്പ് പറയുകയാണ്. കാരണം അവന്റെ വീട്ടിൽ അവന്റെ ഉമ്മയോടും ഉപ്പയോടും മറ്റുള്ളവരോടും പ്രകടിപ്പിച്ച് ശീലിച്ചിട്ടുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരോടായാലും പറയുന്ന ഭാഷ പൊതുയിടത്തിൽ വന്ന് പറഞ്ഞുകൊണ്ട് ഊമ്പി പച്ചയ്ക്ക് നമ്മൾക്ക് പറയുന്നതിന് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചൊറിയാതെ വയ്യൽ നമ്മളെല്ലാം പച്ചയ്ക്ക് പറയുന്നത്. ഊമ്പി എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തിന് മുൻപിൽ പച്ചയ്ക്ക് ഒരു വൃത്തികെട്ട വാക്കുപയോഗിച്ച് അതിൽ ചിരിച്ചും കളിച്ചും തമാശയായാണ് ഞാൻ പറഞ്ഞതെന്ന ന്യായീകരണം പറയുന്നതോടൊപ്പം തന്നെ അതിൽ നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഏതായാലും മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ഇന്നിപ്പോൾ സുഡാപ്പികൾക്ക് യുദ്ധം മാണ്ടാതെ ആയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇസ്രായേൽ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യം, ആ കുഞ്ഞു രാജ്യത്തെ ചെന്ന് അങ്ങനെ ഞോണ്ടാൻ പോയി. ഞോണ്ടിയതിനു ശേഷം കൃത്യമായിട്ട് കിട്ടേണ്ടത് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ പണ്ടത്തെ പോലെ ആ ഒരു കടൽ തീരത്ത് മരിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ ഫോട്ടോ പ്രദർശിപ്പിച്ച്, വീഡിയോ ആയാലും അതല്ലെങ്കിൽ ചിത്രങ്ങളായാലും പ്രദർശിപ്പിച്ചുകൊണ്ട് കോടികൾ സമാഹരിക്കുന്ന ആ സിസ്റ്റം ഇന്ന് നടപ്പില്ല. കാരണം വിത്തിൻ മിനിറ്റ്സ് അല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ് സോഷ്യൽ മീഡിയയിലൂടെ അവിടെ അവിടുത്തെ ആ ഒരു നടക്കുന്ന നിമിഷങ്ങൾ നമ്മൾ അറിയുന്നത് കൊണ്ട് തന്നെ സുഡാപ്പികളുടെ സകലമാന അണ്ടകടാവും കീറിക്കൊണ്ട് തന്നെ ഇന്നിപ്പോൾ മാപ്പേ എന്നും പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളില്ല എന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കുറച്ച് വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ ചൊറിയാതെ വഴിയിൽ പരിഗണിക്കുന്നത്. ടീച്ചറെ, എന്നാൽ അങ്ങോട്ട് ചൊറിഞ്ഞോളോ. അതായത് നമുക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇവിടെ നമ്മള് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ചില വസ്തുതകളുണ്ട്. ഇപ്പോ ബൈജു പറഞ്ഞതുപോലെ ഷെയ്ൻ നിഗം മാപ്പ് പറഞ്ഞു. ശരി, അവരെ ആ മാപ്പ് പറയുന്നതുവരെ കൊണ്ടുവന്ന് എത്തിച്ച പ്രധാനപ്പെട്ട ഘടകമുണ്ടല്ലോ, അത് ഈ ജൂതനുണ്ടാക്കിയ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ പോലെയുള്ള ആളുകൾ ശക്തിയുക്തം പ്രതികരിച്ചത് കൊണ്ടാണ്. നമ്മള് വളരെ കൃത്യമായും വ്യക്തമായും ഇവരോട് പറഞ്ഞു, ഇതല്ല നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗം, ഇങ്ങനെയല്ല നിങ്ങൾ സംഘപരിവാരങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കണോ, ഇതല്ലായിരുന്നു അതിന്റെ മാർഗം. ഇത് നമ്മള് കേരള ഹൈക്കോടതി പോലും ഇവരെ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ രണ്ട് സംഘടനയുടെ വക്താക്കൾക്ക് പൊതുവിൽ നമ്മൾ പറയുന്ന പേരാണ് സുഡാപ്പി, SDPIയുടെ തനതായ രൂപം. അപ്പോ ഷെയ്ൻ നിഗം പറഞ്ഞ ഈ വിവരക്കേട് നമ്മൾ ചൂണ്ടിക്കാണിച്ചു. നിങ്ങളിപ്പോ ഒരു ആന്റി സംഖ്യ ആയിരിക്കും, ആന്റി BJP ആയിരിക്കും, ആന്റി RSS ആശയക്കാരനായിരിക്കും, അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. പക്ഷെ ഞാനൊരു സുഡാപ്പിയാണ് എന്ന് ഒരു സർട്ടിഫൈ ചെയ്യുന്ന രൂപത്തിലാണ് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത്. ഇത് നമ്പർ 1 വിവരക്കേടാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമ്മളാണ്. സുഡാപ്പി എന്ന് പൊതുവിൽ അധിക്ഷേപിക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തകർ, ഈ ഭീകരവാദികൾ, ഈ രാജ്യദ്രോഹികൾ, ജനാധിപത്യത്തിന് സമാന്തരമായി മറ്റൊരു സംവിധാനത്തെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഹിറ്റ് ലിസ്റ്റും ഹിറ്റ് സ്ക്വാഡും ഒക്കെയായി നടക്കുന്ന ഈ വിഭാഗത്തിന്റെ ആളാണ് ഞാൻ, ഇന്ത്യയിൽ നിന്നുള്ളവനാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇടാൻ ഈ കക്ഷിക്ക് തോന്നിയ ചേതോവികാരമുണ്ടല്ലോ, ശുദ്ധമായ അസംബന്ധമാണെന്നും ഇത് രാജ്യവിരുദ്ധതയാണെന്നും വിളിച്ചു പറഞ്ഞത് നമ്മളാണ്. ഇപ്പോ സുഡാപ്പി എന്ന് പറഞ്ഞാൽ സംഘികളുടെ ഇസ്ലാമിക് വേർഷൻ ആണ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അല്ല, സുഡാപ്പി എന്ന് പറഞ്ഞാൽ പച്ചയായ ജനാധിപത്യ വിരുദ്ധർ. ഇത് അലങ്കാരമായി തനിക്ക് ഈ പേരാണ് യോജിച്ചത് എന്ന് എടുത്തണിഞ്ഞപ്പോൾ സംഘികളെ പ്രതിരോധിക്കാനുള്ള ആളുകളല്ല സുഡാപ്പികൾ,
അവർ രാജ്യവിരുദ്ധരാണ്, ഞാനും ഒരു രാജ്യവിരുദ്ധനാണ് എന്ന് താങ്കൾ വിളിച്ചു പറഞ്ഞത് ഒരു ആവേശമായി പോയി. താങ്കൾ ചിന്തിക്കാതെയാണത് ചെയ്തത്. ഒരു വർഗീയവാദി എന്ന് പറഞ്ഞിട്ടായിരുന്നില്ല ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ അവർക്കെതിരെ പ്രതികരിക്കേണ്ടിയിരുന്നത്. ഒരിക്കലും ഞാനൊരു വർഗീയവാദി എന്ന് പറയുന്നതിനേക്കാൾ വളരെ ദോഷകരമായതും ജനാധിപത്യ വിരുദ്ധമായ വാക്കുമാണ് സുഡാപ്പി എന്നത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനും കൂടി ഒരുപക്ഷെ ഷെയ്ൻ നിഗത്തിന്റെ ഈ മാപ്പ് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകണം. സംഘികളെ തന്നെ നോക്കൂ, ഞാനൊരു സുഡാപ്പിയാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് എന്തോ വലിയ ഒരു ആവേശഭരിതനായി എന്തായിരുന്നു അതിനകത്ത് മനസ്സിലാക്കിയെടുത്തത്. അപ്പോ അതിലെ ശരികേട് എന്താണ് ശരി എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിൽ അഭിമാനിക്കാവുന്നത് നമ്മൾ തന്നെയാണ്. അതായത് ഇപ്പോൾ ഷെയ്ൻ നിഗം മനസ്സിലാക്കി, റാഫയിലെ ഇസ്രായേൽ കൂട്ടക്കുരുതിക്കെതിരായ പ്രതികരണത്തെ വിമർശിച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഷെയ്ൻ നിഗം ഇത് തിരുത്തിയത്. കവിയും നിരൂപകനുമായ ശൈലൻ വളരെ വ്യക്തമായി ഒരു പോസ്റ്റ് ഇട്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഘിയുടെ വിപരീത പദം സുഡാപ്പി എന്നല്ല, സെക്യുലറിസ്റ്റ് എന്നാണ് എന്ന് ശൈലൻ പറഞ്ഞു. സംഘികൾ സെക്യുലറിസ്റ്റുകളാണോ അല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ശൈലൻ പറഞ്ഞ സുഡാപ്പികൾ രാജ്യവിരുദ്ധരാണ് എന്നതാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സ്വന്തം സ്വത്വമാണ് വെളിപ്പെടുത്താൻ ഷെയ്ൻ നിഗം ഉദ്ദേശിച്ചത്. അത് ഐ ആം ആൻ ഇന്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും വിമർശിക്കുമായിരുന്നില്ല. അത് ശരിയാകുകയും ചെയ്യുമായിരുന്നു, നമ്മൾ അതിനെ അംഗീകരിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുമായിരുന്നു. ഇദ്ദേഹം ശരിക്കു പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഷെയ്ൻ നിഗം ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് ഐ ആം ആൻ ഇന്ത്യൻ മുസ്ലിം എന്ന് പറയണം എന്ന് ഞാനോ അതല്ലെങ്കിൽ പബ്ലിക്കോ പറഞ്ഞാൽ അതാകില്ല. ഷെയ്ൻ നിഗം പറഞ്ഞത് സുഡാപ്പി ഫ്രോം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഷെയ്ൻ നിഗത്തിന്റെ സ്വത്വം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതല്ലാതെ സംഘികളെ പ്രതിരോധിക്കുന്ന ആളുകളാണ് SDPI-ക്കാർ, PFI-ക്കാർ, അതുകൊണ്ട് ഞാൻ അതിന്റെ ഭാഗമാണ് എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വന്ന ഒരു പദമാണത്. അതൊരിക്കലും ഐ ആം ആൻ ഇന്ത്യൻ മുസ്ലിം എന്നതിന്റെ പര്യായ പദമായി വേറെ ഒരു വിഭാഗം ആളുകൾ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അതിൽ നമുക്കൊന്നും പറയാനില്ല. അതല്ല ശരിയായ സത്യം. ഇനിയും അതല്ല, പിന്നെ ബൈജു പറഞ്ഞല്ലോ ഒരുപാട് സിനിമകൾ ആരാണ് തിയേറ്ററിൽ പോയി കാണുന്നത് എന്ന്. ഒരു കാലത്ത് ഈ സിനിമ മുസ്ലിമിന് മുഴുവനും ഹറാമായിരുന്നു. നമ്മള് മദ്രസയിലൊക്കെ പോകുന്ന സമയത്ത് കറുത്ത മുണ്ട് ഉടുക്കുകയോ അതല്ലെങ്കിൽ കാവി കളറുള്ള ഏതെങ്കിലും വസ്ത്രം ധരിക്കുകയോ ചെയ്താൽ ഉടനെ തന്നെ ഉസ്താദ് നമ്മളെ പിടിച്ച് പുറത്താക്കുമായിരുന്നു. ഇന്ന് ആ രീതി മാറിയില്ലേ? അപ്പോ വസ്ത്രത്തിൽ വരേക്കും മതം കൊണ്ടുവന്നത് നമ്മൾ ആരുമല്ല. അപ്പോ സിനിമ കണ്ടവരാരാണ്? ടിവിയെ അന്ന് ഞങ്ങളുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞിരിക്കുന്നത് ശൈത്താൻ പെട്ടി എന്നായിരുന്നു. ഓൺലൈൻ വഴി പഠനം വന്ന സമയത്ത് ഉസ്താദുമാര് കടകളിൽ, ഇലക്ട്രോണിക് കടകളിൽ കയറി ഇറങ്ങുക TV കാണാൻ വേണ്ടിയിട്ട്. കാരണം ഓൺലൈനിലൂടെയാണ് പഠനം. ആ ശൈത്താൻ പെട്ടി ഇവരുടെ വീടുകളിൽ വെക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് ഇവരെ മാറ്റിയെടുത്തത് ജൂതനുണ്ടാക്കിയ മീഡിയയാണ്. അതല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടല്ലോ, ഇത്തരം സിനിമകൾ കാണുന്ന മുഴുവൻ ആളുകളെയും ഇവര് പറയുമോ സംഘികളാണ് അതല്ലെങ്കിൽ സുഡാപ്പികളാണെന്ന് പറയുമോ? ഇപ്പോ ഉണ്ണിമുകുന്ദന്റെ സിനിമ കാണുന്നു, അവര് മുഴുവനും സംഘികളാണ് എന്ന്, എല്ലാ ഹിന്ദുക്കളും സംഘികളാണെന്ന് വിചാരിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇരിക്കട്ടെ, ഇപ്പൊ റാഫയില് ഇസ്രായേല് നടത്തിയ കൂട്ടക്കുരുതിക്കെതിരെ എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്ന് പറഞ്ഞ് ഷെയ്ൻ നിഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അത് അധികമാരും ശ്രദ്ധിക്കാതെ പോയി. എന്തുകൊണ്ടാണെന്നറിയില്ല. ഒരു പക്ഷേ ഒരു വിഷയം വൈറലായി കത്തിക്കൊണ്ടിരിക്കുമ്പോ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഈ റാഫയിലെ കണ്ണുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഷെയ്ൻ നിഗത്തിന് മുമ്പും പലസ്തീനികളെയും ഇസ്രായേലികളെയും ഒക്കെ സംബന്ധിക്കുന്ന പല രൂപത്തിലുള്ള പോസ്റ്റുകൾ ഇടുകയും അതൊക്കെ വിവാദത്തിലാകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് ഈ കണ്ണുകളൊന്നും എത്താത്തത് എന്ന് ഒരല്പം ചിന്തിച്ചിരുന്നെങ്കിൽ ഷെയ്ൻ നിഗത്തിന് മനസ്സിലാകുമായിരുന്നു, ദുൽഖർ സൽമാന് മനസ്സിലാകുമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ റാഫയിലേക്ക് ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളെയും എത്തിച്ച ഇസ്രായേലാണ് എന്റെ സ്റ്റാർ. കാരണം ഈ രാജ്യത്തിന്റെ സഹോദര രാജ്യം എന്നറിയപ്പെടുന്ന ഇസ്രായേൽ
ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും റാഫയിലേക്ക് കൊണ്ടുവന്നത് എന്തിന്റെ പേരിലാണ് എന്ന് ചിന്തിക്കാൻ ഒരുപക്ഷെ സിനിമാ താരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകില്ലായിരിക്കും. ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ചൊറിയുകയും ഇസ്രായേല് തിരിഞ്ഞൊന്ന് നിവർന്ന് നിന്നപ്പോൾ മുതുകിൽ ചവിട്ടി പലസ്തീനികൾക്ക് കയറാനും കഴിഞ്ഞില്ല. പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്നും നമ്മൾ അനുകൂലമാണ്. അവരാക്രമിക്കപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്, ഉപദ്രവിക്കപ്പെടുന്നുണ്ട്, നാടുവിടേണ്ടി വരുന്നുണ്ട്. അഭയാർത്ഥികളായി അവർ സ്വദേശം വിട്ടു പോകേണ്ടി വരുന്നുണ്ട്. ടെന്റുകളിൽ കിടന്ന് മരിക്കുന്നുണ്ട്. ശുദ്ധജലം കിട്ടാതെ മലിനമായ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പകർച്ചവ്യാധികൾ പിടിപെടുന്നുണ്ട്. ശരിയാണ്, ഇതിനൊക്കെ നമ്മൾ എതിരാണ്. പക്ഷേ ഇതിനൊന്നും ഇസ്രായേലിനെ കുറ്റം പറയാൻ ഞാനില്ല. കാരണം ഇത് പോയി വാങ്ങിയതാ. ഇസ്രായേലിൽ നിന്നും എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും വാങ്ങിച്ചിട്ട് ഔചിത്യബോധമില്ലാതെ അവിടെ പണിയെടുത്ത് ഇരട്ടി പണം വാങ്ങി അവരുടെ സഹായങ്ങളും സൗജന്യങ്ങളും സ്വീകരിച്ചിട്ട് അവർക്കിട്ട് പണിഞ്ഞിട്ട് പിന്നീട് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വരികയാണ് ഖത്തറില്. ആ സമയത്ത് ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിന്റെ നേതാവ് ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നു. ഇതുവരെ എങ്ങനെയാണോ നിങ്ങൾ ഗാസയിലെ ജനങ്ങളെ കണ്ടിരുന്നത്, ഇനിയും അതുപോലെ തന്നെ കാണണം. തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങളെല്ലാം ഗാസയ്ക്ക് നൽകണം. എന്നിട്ട് യൂനിസ് ഖാൻ ആണെങ്കിലും ഇനിയിപ്പോ ഗാസയാണെങ്കിലും ശരി, റാഫയാണെങ്കിലും അവിടെയുള്ള സകലമാന ഉപരോധങ്ങളും നിങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിർത്തലാക്കണം. എന്നിട്ട് സാധാരണ പോലെ തുടരണം. ഇതൊരു റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ഇതൊരു മധ്യസ്ഥ ചർച്ചയാണ്. നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജനത രക്ഷപ്പെടൂ എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ പോയപ്പോൾ എന്താണ് നെതന്യാഹു ചെയ്തത്? ഇത് വലിച്ചു കീറി മുഖത്തിറങ്ങിട്ട് പോടാന്ന് പറഞ്ഞു. ഇപ്പോഴും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലാണ്. ഇസ്രയേലിലെ ജനത നെഞ്ചിലടിച്ച് നിലവിളിക്കുന്നില്ല. അവർ കയ്യും കാലും ഇല്ലാതായി എടുത്തോണ്ട് ആശുപത്രികളിലേക്ക് ഓടിയിട്ട് വീഡിയോ ചെയ്യുന്നില്ല. ചായം പൂശി മേക്കപ്പ് ഇട്ട് അതുപോലെ ചെറിയ കുട്ടികളാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഡെമോയും ഇസ്രയേൽ കാണിക്കുന്നില്ല. കാരണം എല്ലാ കാലവും അധ്വാനിച്ച് ജീവിച്ചിട്ടുള്ള, ആരുടെയും കയ്യിൽ ആത്മാഭിമാനം പണയപ്പെടുത്താതെ, ആരുടെ മുന്നിലും എരക്കാതെ അഭിമാനബോധത്തോടുകൂടി ജീവിച്ചിട്ടുള്ള ഇസ്രായേൽ എന്ന രാജ്യത്തിന് സ്വന്തം കഴിവിലും സ്വന്തം ജനതയിലും അങ്ങേയറ്റം സുരക്ഷിതത്വ ബോധവും വിശ്വാസവും ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആരോടും എരക്കേണ്ടി വന്നിട്ടില്ലാത്തത്. പലസ്തീന്റെ അവസ്ഥ എന്താണ്? ഒരേപോലെയുള്ള രണ്ട് രാജ്യങ്ങളല്ലേ? എന്തുകൊണ്ടാണ് ഇവർക്ക് അധ്വാനിച്ച് തിന്നാൻ വയ്യാത്തത്? എവിടെ പോയാലും പലസ്തീന് സഹായം എത്തിക്കുന്ന ഓരോ റമദാനിലും വന്നിറങ്ങുന്ന പണത്തിനും സഹായ ഹസ്തങ്ങൾക്കും ഒന്നും ഒരു കണക്കില്ല. ഇതൊക്കെ എവിടെ പോകുന്നു? ആയുധ രൂപത്തിൽ, യുദ്ധമുണ്ടാക്കാനുള്ള സംവിധാനങ്ങളുടെ രൂപത്തിൽ, ടണലുകളുടെ രൂപത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ്. അതേപോലെ ഇസ്രായേലിൽ എന്തെങ്കിലും രൂപത്തിൽ അപകടം സംഭവിക്കുന്നു എന്ന് കേട്ടാൽ ആ നാട് മുഴുവനും ഉണരുന്ന രൂപത്തിൽ സൈറൺ മുഴങ്ങുകയാണ് അവിടെയായി. അപ്പോൾ തുറക്കപ്പെടുന്ന ടണലുകളിലേക്ക് ഇസ്രായേലിലെ മുഴുവൻ ജനതയെയും എത്തിക്കുന്നു. അവർക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കുകയാണ്. അവരെ സേഫ് ആക്കി അവിടെ നിർത്താനാണ് ഇസ്രായേൽ തയ്യാറാകുന്നത്. പക്ഷേ ഹമാസ് എന്താണ് ചെയ്യുന്നത്? പലസ്തീനിൽ, ഗാസയിൽ, യൂനിസ് ഖാനിൽ ഒക്കെ ഉണ്ട് ടണലുകൾ. അവിടെ പോയി ഒളിക്കുന്നത് ആരാ? സ്വന്തം നേതാക്കൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിനെ ഒക്ടോബർ 7-ാം തീയതി ഇങ്ങോട്ട് കയറി അടിച്ചപ്പോൾ തിരിച്ചടിക്കാനും പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനുമുള്ള കഴിവും യോഗ്യതയും ആളും ബലവും ബുദ്ധിയും യുക്തിയും എല്ലാം ഞങ്ങൾക്കുമുണ്ട് എന്ന് ഇസ്രായേൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇസ്രായേലിന്റെ സാങ്കേതിക മികവിലൂടെ. അങ്ങനെ വന്നപ്പോൾ റാഫയിലേക്ക് ലക്ഷക്കണക്കിന് ജനങ്ങൾ അഭയം ചോദിച്ചുകൊണ്ട് ഓടിയെത്തി. ആ സാഹചര്യം ഉണ്ടാക്കിയത് ഹമാസ് എന്ന ഗാസയെ പൂർണ്ണമായും സുരക്ഷിതത്വത്തിൽ എത്തിക്കാൻ ബാധ്യതപ്പെട്ട ഒരു സർക്കാർ, അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഹമാസ് എന്ന തീവ്രവാദ സംഘടന ബാധ്യസ്ഥരായിരുന്നു. അവരത് ചെയ്തില്ല. ഇപ്പോൾ എവിടെയാണ് ഹമാസ് നേതാക്കൾ? അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി ശീതീകരിച്ച റൂമുകളിൽ ഇരുന്ന്, ഗാലറിയിൽ ഇരുന്ന് ഒരു ഫുട്ബോൾ കാണുന്നത് പോലെ ടൂർണമെന്റുകൾ കണ്ടുകൊണ്ടിരിക്കുവാണ് ഈ ഗാസക്കാർ ഓടി ഒളിക്കുന്നതും അവര് കരയുന്നതും മരണവും. അതുപോലെ അതിന്റെ കെട്ടിടങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങൾക്കടിയിൽ കിടക്കുന്ന മൃതശരീരങ്ങൾ വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇവര് കണ്ട് ആസ്വദിക്കുവാണ്. സ്വന്തം ജനതയാണ് ഈ അനുഭവിക്കുന്നത് എന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ യുദ്ധം നിർത്താൻ ഏത് രൂപത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമായിരുന്നു. ഒടുവിൽ ഇപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന്
ഇസ്മായിൽ ഹനിയ അമേരിക്കയെയും ഖത്തറിനെയും അറിയിച്ചപ്പോൾ നിക്കവിടെ ഒന്ന് ആലോചിക്കട്ടെ എന്ന് നെതന്യാഹു. കാരണം നിങ്ങൾ തുടങ്ങി വെച്ച യുദ്ധം. അപ്പോ ഈ ഇത്തരം സിനിമാ താരങ്ങൾ എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്നെഴുതി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ഇടുമ്പോ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ട ആളുകൾക്കെതിരെ സംഘപരിവാർ സൈബർ പ്രൊഫൈലുകളിൽ നിന്ന് ഒരു രൂപത്തിലുള്ള ആക്രമണവും ഉണ്ടാകില്ല. അവരെന്ത് ചെയ്യും? എന്താണ് ഇസ്രായേൽ, എന്താണ് ഹമാസ്, നിങ്ങളുടെ ധാരണകൾ എന്താണ് എന്ന് തിരുത്താൻ ശ്രമിക്കുകയുള്ളൂ. എന്തായിരുന്നാലും ഒരു സംഘപരിവാറുകാരനും ഇവരുടെ തള്ളയെയും പെങ്ങളെയും ചേർത്ത് തെറി പറഞ്ഞുകൊണ്ട് അവിടെ വരില്ല. മദ്രസയിൽ ചെന്ന് കുനിഞ്ഞു നിക്കടാന്ന് പറയില്ല, ശാഖയിൽ ചെന്ന് കുനിഞ്ഞു നിക്കടി എന്ന് ഇവരൊക്കെ പറയുന്നത് പോലെ. അപ്പോ ഈ സൈബർ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന തലക്കെട്ടോടെ ആ കഫിയ, ആ തലക്കെട്ടിന് പറയുന്ന പേര് കഫിയ എന്നാണ്, അത് ധരിച്ചിട്ടുള്ള ചിത്രമാണ് ഷെയ്ൻ നിഗം പോസ്റ്റ് ചെയ്തത്. ആ വേഷത്തിലും ആ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ അത് വ്യക്തമാക്കുന്നതിലും ആ ഒരു ന്യായീകരണത്തിലും വ്യാഖ്യാനത്തിലും എല്ലാം ഉണ്ട്. എന്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം എന്താണ്? ഞാനൊരു പോപ്പുലർ ഫ്രണ്ടുകാരനാകാൻ ആഗ്രഹിക്കുന്നു, ഞാനൊരു SDPI കാരനാകാൻ ആഗ്രഹിക്കുന്നു. ഈ ജനാധിപത്യ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്ത് അവിടെ മതാധിപത്യം സ്ഥാപിക്കുന്നതിൽ ഒരാളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ആ വിളിച്ചു പറഞ്ഞത്. പിന്നെ മാപ്പും കോപ്പും ഒക്കെ ഇതൊന്നും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതൊന്നും അല്ലല്ലോ. സമൂഹ മാധ്യമങ്ങളില് സിനിമാ വിശേഷങ്ങൾ കൂടാതെ ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളൊക്കെ പല രൂപത്തിലും നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഷെയ്ൻ നൽകിയ അഭിമുഖത്തിലെ ചില വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞു. ഒരു തെറ്റായ വ്യാഖ്യാനവുമില്ല. ലിറ്റിൽ ഹാർട്സിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് നൽകിയ അഭിമുഖത്തിലെ വാക്കുകള് തെറ്റായിട്ടല്ല, ഉണ്ണി മുകുന്ദനെതിരെ വളരെ കൃത്യമായ വാക്കുകൾ തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറയുന്നില്ല, അത് ബൈജു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഇത്തരത്തിലുള്ള മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞാലും ശരി, ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഭീകരൻ, ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന മതവിശ്വാസി എത്രമാത്രം അപകടകാരിയാണ് എന്ന് പറയാതെ തന്നെ നമുക്കറിയാം. ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് അറിയാം. നമ്മൾക്കറിയാം ഇത് ഈ ഒരു വിഷയത്തിൽ തന്നെ ഷെയ്ൻ നിഗം രണ്ടാമതാണ് മാപ്പ് പറയുന്നത്. ആദ്യം തന്നെ ഇയാൾ കൃത്യമായിട്ടും ഉണ്ണി മുകുന്ദന്റെ ഉംഫി അതല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഫിലിംസ് ഉള്ളതിനെ ഷോർട്ടാക്കി അതിന്റെ ഐ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവൻ ഉംഫി ഊമ്പി എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അവന്റെ ആ കഞ്ചാവടിയൻ ചിരിയോടുകൂടി ആഘോഷമാക്കി അവന്റെ കൂടെ ഇരിക്കുന്ന അതിഥികൾ അതല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് തന്റെ കൂടെ ഇരിക്കുന്നത് എന്ന ആ ചിന്ത പോലും ഇല്ലാതെ തന്റെ കുടുംബത്തിൽ ഉമ്മയോടും പെങ്ങളോടും അതല്ലെങ്കിൽ ഭാര്യയോടും മോളോടും പറയുന്ന ആ ഒരു സംസ്കാരം, ആ ഒരു മദ്രസ സംസ്കാരം പ്രകടിപ്പിച്ചു. അതിനുശേഷം അവൻ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് മാപ്പ് പറഞ്ഞു. പിന്നീട് വിത്തിൻ മിനിറ്റ്സ് അല്ലെങ്കിൽ വിത്തിൻ ഹവർ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് ഇപ്പോൾ രണ്ടാമത് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മദ്രസ നൂൽപ്പെട്ട് തൊപ്പിയും ഇട്ട് അണിഞ്ഞു വന്ന ആ ഫോട്ടോ പങ്കുവെച്ചതോടുകൂടി തന്നെ കൃത്യമായിട്ടും ഹിന്ദു വികാരം അതല്ലെങ്കിൽ ക്രിസ്ത്യൻ വികാരം കൃത്യമായിട്ട് ഇറങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടു, അഘോരി എന്ന് പറയുന്ന ഹിന്ദു ഗ്രൂപ്പ് ഉണ്ട്. ആ ഹിന്ദു ഗ്രൂപ്പിൽ കൃത്യമായിട്ട് നടന്നൊരു ക്യാമ്പയിൻ കൃത്യമായിട്ട് കണ്ടതാണ്. അതായത് മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ഈ പറയുന്ന ഷൈൻ നിഗം, അതുപോലെ ഈ ഇസ്ലാമിക ജിഹാദികളുടെ മൂട് താങ്ങുന്ന സകല എണ്ണത്തിന്റെയും ഫോട്ടോ കണ്ടുകൊണ്ട് ഇത് വെച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു ക്യാമ്പയിൻ. ആ ക്യാമ്പയിന് ലക്ഷക്കണക്കിന് ലൈക്കും കമന്റ്സുമാണ് ഈ ഹിന്ദു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അതൊക്കെ കണ്ടതുകൊണ്ട് തന്നെ സുഡാപ്പി ഫ്രം ഇന്ത്യ, ഞാനൊരു SDPI കാരനാണ്, ഞാനൊരു നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ഒരു അനുഭാവിയാണ് എന്ന് വ്യക്തമാക്കുന്ന അത് പുറത്തു വന്നതോടുകൂടി തന്നെയാണ് കൃത്യമായിട്ട് ശക്തമായും ഈ രാജ്യദ്രോഹിയാണ് ഇവൻ, ഈ പോപ്പുലർ ഫ്രണ്ട് രാജ്യദ്രോഹിയുടെ പിന്താങ്ങുന്ന ആളാണ് എന്ന് കൃത്യമായിട്ടും സോഷ്യൽ മീഡിയയിലുള്ള സജീവ സാന്നിധ്യം തന്നെയാണ് ഇവനെ കൊണ്ട് മാപ്പ് രണ്ടാമത് വീഡിയോയിലൂടെ പറയിപ്പിച്ചത് എന്ന് പറയേണ്ടത്. എന്തായാലും അയാളുടെ തന്നെ സിനിമയുടെ മറ്റൊരു പ്രൊമോഷൻ ഇന്റർവ്യൂവിലാണ് അയാൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത്. ആ ഓഡിയോ ഇവിടെ പബ്ലിഷ് ചെയ്യാൻ സാധ്യമല്ല, കാരണം കോപ്പിറൈറ്റ് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ. മറ്റൊന്ന് ടീച്ചർ നമ്മൾ സൂചിപ്പിച്ച്, നമ്മൾ തുടക്കത്തിൽ തന്നെ ചർച്ചയ്ക്ക് മുൻപ് നമ്മൾ സംസാരിച്ചു. ഇപ്പോ അതിന്റെ ഒരു ആധികാരികത കൂടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് ശേഷം ഞാൻ ടീച്ചറിലേക്ക് വരാം. അതായത് നമ്മൾക്കറിയാം ഉമ്മറവും പിന്നാമ്പുറവും സ്വർണം നിറച്ചുകൊണ്ട്, സ്വർണം കുത്തി നിറച്ചുകൊണ്ട്, അത് ഏതൊക്കെ രീതിയിലാണോ സ്വർണം നിറയ്ക്കുക, 1 കിലോ ആയിക്കോട്ടെ 1.5 കിലോ ആയിക്കോട്ടെ, ഇത്തരത്തിൽ തന്റെ ഈ ലൈംഗിക അവയവത്തിനുള്ളിൽ പോലും അതല്ലെങ്കിൽ പിറകിൽ ആ മലദ്വാരത്തിൽ പോലും മലദ്വാർ ഗോൾഡ് നിറച്ചു കൊണ്ടുവരുന്ന ആ ഒരു സിസ്റ്റം കൊണ്ട് ഇവിടെ പലരും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ അത് കൊണ്ടുവരുന്നത് പൂർണ്ണമായിട്ടും ഹൈന്ദവനോ ക്രൈസ്തവനോ നാമധാരികളല്ല, പൂർണ്ണമായിട്ടും മുസ്ലിം സ്ത്രീകളും മുസ്ലിം പുരുഷന്മാരും തന്നെയാണ്. പിന്നെ മുസ്ലിം പുരുഷന്മാരുടെ ഉമ്മറം വിശാലമല്ലാത്തത് കൊണ്ട് ഇത് കൂടുതലും ചെയ്യുന്നത് വിശാലമായിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ്. അത്തരത്തിൽ ഇപ്പോ കഴിഞ്ഞ മണിക്കൂറിൽ കൊണ്ടുവന്ന ആ ഒരു സ്വർണം കൊണ്ടുവന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. അത് സുരഭി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കടത്തി എന്നുള്ള രീതിയിലൊക്കെ മാധ്യമങ്ങൾ അത് വാഴ്ത്തിയത് നമ്മൾ കണ്ടതാണ്. സുറാബി എന്നുള്ള അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരിയെ അതിന് സുരഭി എന്നാക്കി മാറ്റിക്കൊണ്ട് അവിടെ
അവിടെയും ഇസ്ലാമിക പ്രീണനം നടത്തുക, ഇസ്ലാം എന്ന് പറയുന്ന സമാധാനത്തിന്റെ മതം അതിനെ പ്രചരിപ്പിക്കാൻ അതല്ലെങ്കിൽ അതിനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ആ ഒരു ത്വരയൊക്കെ മാധ്യമങ്ങളുടെ പക്ഷത്തു നിന്ന് നമ്മൾ കണ്ടതാണ്. ഇനി പലരും അതിന്റെ അടിയിൽ കമന്റ് ഇടുന്നതിനെതിരെ ഇടുന്ന ഒരു കമന്റ് ഉണ്ട്. ഈ സുഡാപ്പി നാമധാരികൾ തന്നെ അവർ കൊണ്ടുവന്നോട്ടെ, അതിന് നിനക്കൊക്കെ എന്താ, നിനക്കൊക്കെ കഴിയുന്നുണ്ട്, നീയും കൊണ്ടുവന്നോ എന്ന് പറയുന്നുണ്ട്. നോക്കൂ, എങ്ങനെയാണ് ഈ സ്വർണം കടത്തൽ രാജ്യദ്രോഹമാവുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം ഓരോ രാജ്യത്തിന്റെ, ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മുടെ തോമസ് ഐസക് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനുള്ളല്ലോ, അതിന്റെ ആധികാരികതയിലേക്ക് ഞാൻ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മാത്രമാണ് പറയുന്നത്. ഈ തോമസ് ഐസക് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചൊരു കാര്യമുണ്ട്. കാശിന് ബുദ്ധിമുട്ടാണെങ്കിൽ എന്താണ്, കേന്ദ്ര സർക്കാരിനോട് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ, കേന്ദ്ര സർക്കാരിന് നമുക്ക് ഇത്ര കോടി വേണം, ഇത്ര ലക്ഷം കോടി വേണം, അതങ്ങോട്ട് പേപ്പറിൽ അടിച്ചു തന്നാ പോരെ, നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറില്ലേ എന്ന് ലാഘവ ബുദ്ധിയോടുകൂടി സംസാരിച്ചിട്ടുള്ള ഈ തോമസ് ഐസക് എന്ന് പറയുന്ന ധനകാര്യമന്ത്രി ആയിരുന്ന ആ വ്യക്തി സംസാരിച്ച അവന്റെ ഡോക്ടറേറ്റ് ഏത് ഡോക്ടറേറ്റ് ആണ് എന്ന് അന്നം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാനാവും. മാത്രമല്ല, ഇത്തരത്തിൽ നോട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിങ്ങളൊന്ന് വർക്ക് ചെയ്യാൻ പോകുക. പ്രത്യേകിച്ച് ഞാൻ 2006, 2007 കാലഘട്ടത്തിലൊക്കെ ഞാൻ ആഫ്രിക്കയിൽ ജോലി ചെയ്തിരുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നല്ലോ ടീച്ചറെ. ഈ ആഫ്രിക്കയിൽ 960 സംതിങ് ആയിരുന്നു അന്ന് നമ്മുടെ 53 രൂപ, അതായത് അന്ന് നമ്മുടെ ഡോളർ റേറ്റ് 53 ആയിരുന്നു. നമ്മളുടെ 53 രൂപയ്ക്ക് അവർക്ക് തത്തുല്യമായത് 960 ഫ്രാങ്ക് ആയിരുന്നു. ഈ 960 ഫ്രാങ്ക് എന്ന് പറയുന്ന അവരുടെ നോട്ട് ആരും എണ്ണുക പോലുമില്ല, അത് ചാക്കിലാണ് കൊണ്ടുവരിക. അതിന്റെ ആ ഒരു അഴുകിയ വലിയൊരു ചാക്ക് കെട്ട് കൊണ്ടുവരും. ആ ചാക്ക് കെട്ടിൽ ഈ നോട്ടിന്റെ ഏകദേശം ഈ തിക്ക് മാത്രമേ എണ്ണുകയുള്ളൂ, അല്ലാതെ അത് ഓരോന്ന് വേർപ്പെടുത്തി എണ്ണില്ല നമ്മളെ ഇവിടത്തേന്നും പോലെ. കാരണം അത്രയ്ക്കും ബൾക്കായിട്ടാണ് ഈ ചാക്കിൽ കൊണ്ടുവരിക. അത്രയ്ക്കും നിലവാരമില്ലാത്ത, വിലയില്ലാത്ത കറൻസിയായി ആഫ്രിക്കൻ രാജ്യങ്ങൾ മാറിയിരിക്കുന്നു. ഇന്ന് പാകിസ്ഥാനിലുള്ള കറൻസിയും ഏകദേശം ആ രൂപത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ഈ തോമസ് ഐസക്കിന്റെ ഈ സിസ്റ്റം പിന്തുടർന്നത് കൊണ്ട് തന്നെയാണ് അവിടുത്തെ ആ കറൻസിക്ക് നിലവാരമില്ലാതെ, വിലയില്ലാതെ ആ രാജ്യം തകർന്നടിഞ്ഞത്. ഇനി ഗോൾഡ് ഇങ്ങനെ ഉമ്മറത്തും പിന്നാമ്പുറത്തും കൊണ്ടുവന്നാൽ നിങ്ങൾക്കൊക്കെ എന്താ മുടക്കം എന്നുള്ളതിന് ഒരു ഉത്തരം കൂടിയുണ്ട്. അതും ലളിതമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നോട്ടടിക്കണം എന്നുണ്ടെങ്കിൽ പോലും അതിനൊരു നിരന്ത ദ്രവ്യം അതല്ലെങ്കിൽ റിസർവ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് ഗോൾഡിലും അതല്ലെങ്കിൽ പല രീതിയിലുള്ള മാറ്റി വെക്കുന്ന സമയത്ത് ഗോൾഡിലാണ് അത് കൂടുതൽ മാറ്റി വെക്കുന്നത്. 1 രൂപ അടിച്ചിറക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ 1000 രൂപ അടിച്ചിറക്കുന്നുണ്ടെങ്കിൽ തത്തുല്യമായിട്ടുള്ള ആ റിസർവ് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അത് കൂടുതലും ഗോൾഡിൽ തന്നെയാണ് മാറ്റി വെക്കുന്നത്. അത്തരത്തിൽ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി ഇത് കമ്മട്ടത്തിന് അടിച്ചിറക്കാത്ത രീതിയിൽ തന്നെ ഓരോ രൂപ ഇറക്കുമ്പോൾ അതിന് മറ്റൊരു ലോഹത്തിന്റെ രീതിയിൽ റിസർവ് വെച്ചുകൊണ്ട് അടിച്ചിറക്കുന്ന ഈ സിസ്റ്റം പിന്തുടരുന്ന നമ്മുടെ രാജ്യത്തിന്റെ ആ സുസ്ഥിരതയ്ക്ക് ഭീഷണിയാണ് ഇതുപോലെ ഉമ്മറവും പിന്നാമ്പുറവും നിറച്ചുകൊണ്ട് ഈ നാട്ടിൽ ഗോൾഡ് നിറച്ചു കൊണ്ടുവരിക. മാത്രമല്ല, ഇവർ കൊണ്ടുവരുന്നത് പൂർണ്ണമായിട്ടും നികുതി വെട്ടിക്കാൻ കൂടി വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. എവിടെയും നികുതി അടയ്ക്കാതെ രാജ്യത്തേക്ക് കള്ളക്കടത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഇത് പിടിക്കപ്പെടുന്നത് 1000-ഓ ലക്ഷമോ നടക്കുമ്പോൾ 1-ഓ 2-ഓ ആണ് എന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം ഇത്തരത്തിൽ രാജ്യത്തിന്റെ സ്ഥിരതയെ, രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു കയ്യും കണക്കുമില്ലാതെ ഗോൾഡ് കൊണ്ടുവന്നത് കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ യാതൊരു ഗുണവുമില്ല. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ആ സുസ്ഥിരതയെ അത് കൃത്യമായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് രാജ്യദ്രോഹ പട്ടികയിൽ കേന്ദ്ര സർക്കാർ അടക്കം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ എന്തിനാണ് ഈ ഒരു വിഭാഗം മാത്രം ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾക്കറിയാം, ഏകദേശം നോട്ട് നിരോധനം വരുന്നതിന് മുൻപൊക്കെ എത്രയായിരുന്നു നമ്മുടെ നാടുകളിലുള്ള സ്ഥലത്തിന്റെ വിലയൊക്കെ. 2-3 ലക്ഷം സെന്റിനുണ്ടായിരുന്ന സ്ഥലത്തിന്റെ വിലയൊക്കെ ഇന്ന് 45,000-ഉം 50,000-ഉമായി മാറിയത് എങ്ങനെയാണ്? നോട്ട് നിരോധനത്തിനെതിരെ നരേന്ദ്രമോദിജിക്കെതിരെ കുരച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകൾ ഒരിക്കലും ഓർക്കാറില്ല. VS അച്യുതാനന്ദൻ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ഇവിടേക്ക് കോടിക്കണക്കിന് രൂപ കണ്ടെയ്നറുകളിൽ കൊച്ചിയിൽ തന്നെ ഷിപ്പിൽ വന്നിറങ്ങിയിട്ടുണ്ട്. 2 കണ്ടെയ്നർ നിറയെ കള്ളനോട്ടുകൾ, വ്യാജ നോട്ടുകൾ വന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. 6.5 പതിറ്റാണ്ട് ഭാരതം കട്ടുമുടിച്ച അടിമ ഗണ്ഡി കോൺഗ്രസ്സുകാർ നോട്ടടിച്ചത് എവിടെയായിരുന്നു എന്നറിയാമോ? ഭാരതത്തിന്റെ നോട്ടടിക്കുന്ന അതേ പ്രസിൽ, അതേ പേപ്പർ, അതേ ആ ഒരു കമ്മട്ടമെല്ലാം ഒരേ പാകിസ്ഥാനുമായിട്ട് ചേർന്നുകൊണ്ട് നോട്ടടിക്കുന്ന ആ പ്രസിൽ തന്നെയായിരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് ഇത് VS അച്യുതാനന്ദൻ പറഞ്ഞ ആ പ്രസ്താവന നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയെ കൂട്ടിച്ചേർക്കേണ്ടത് എന്തെന്നറിയാമോ? ആ നോട്ട്, ഈ കള്ളനോട്ട് തിരിച്ചറിയാൻ ബാങ്കുകാർക്ക് പോലും പറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ബാങ്കുകാർക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ വ്യാജ നോട്ടിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണം. ആ വ്യത്യാസമില്ല. ഭാരതത്തിന്റെ നോട്ടും പാകിസ്ഥാൻ ഇറക്കുന്ന കള്ളനോട്ടും ഒരേ രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ അടിമ ഗണ്ഡി കോൺഗ്രസ്സുകാരെ ഏൽപ്പിച്ച ആ പ്രസ്സുകാർക്ക് മാത്രമേ അത് ചെയ്യാനാവുകയുള്ളൂ. അത് ഭാരതത്തിന്റെ ഒറിജിനൽ നോട്ട്. ഇന്ന് തന്നെ നമുക്ക് നോട്ട് നിരോധനത്തിന് ശേഷം ബാങ്കുകളിലേക്ക് നമ്മുടെ 2000-ന്റെയും 500-ന്റെയും നോട്ട് തിരിച്ചെത്തിയതിൽ കണക്കിൽപ്പെടാത്ത, അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ ആ
തിരിച്ചെത്തിയ നോട്ടുകൾ ഏതാണെന്ന് അറിയാമോ? അതായത് RBI ഉദ്യോഗസ്ഥർക്ക് പോലും ബാങ്കിന് പോലും ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്ര കണ്ട് കള്ളനോട്ടുകൾ അടിച്ചിറക്കി നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കി നിലയും വിലയും ഇല്ലാത്ത നമ്മുടെ കറൻസിയെ മാറ്റിയത് ഏത് ഭരണമായിരുന്നു? ആ ഭരണം ഒന്നുകണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. നോട്ട് നിരോധനം വിത്തിൻ എത്രയും പെട്ടെന്ന് തന്റെ ഈ ഭരണം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നോട്ട് നിരോധനം അത്യന്താപേക്ഷിതമാണെന്ന് തിരിച്ചറിയുകയും ഈ കള്ളനോട്ടുകൾ പൂർണ്ണമായിട്ടും അസാധുവാക്കുക. കാരണം അന്ന് ഭാരതത്തിൽ ഏറ്റവും ഉയർന്ന നോട്ട് എന്ന് പറയുന്നത് 1000ഉം 500ഉം തന്നെയായിരുന്നു. അത് വിത്തിൻ ആ നിമിഷം കൊണ്ട് തന്നെ അദ്ദേഹം അത് ഇനി ഇത് പാടില്ല, ഈ നോട്ട് നിരോധിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ അടിമ കമ്മികളും ഇവിടുത്തെ രാജ്യദ്രോഹികളും പറഞ്ഞത് എന്താണ്? ആർക്കും ഒരു മുന്നറിയിപ്പ് നൽകാതെ നോട്ട് നിരോധിച്ചു എന്നുള്ളത്. മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞാൽ ഇവനൊക്കെ ഈ കള്ളനോട്ട് മാറ്റി വെള്ളനോട്ടാക്കി മാറ്റാൻ ഇവനൊക്കെ വിത്തിൻ മണിക്കൂർ മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ നട്ടപ്പാതിരിക്ക് നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ച ആ ചരിത്രപരമായുള്ള തീരുമാനം തന്നെയാണ് ഇന്ന് ഭാരതം സാമ്പത്തിക ശക്തിയിൽ 5ാം സ്ഥാനത്തേക്കും 4ാം സ്ഥാനത്തേക്കും ഇനി വേണ്ട 1ാം സ്ഥാനത്തേക്കും തന്നെ കുതിച്ചു കയറുന്നത് എന്ന ആ ഒരു കോമൺ സെൻസ് എങ്കിലും ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്ത ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികൾ പ്രചരിപ്പിക്കുന്ന ആ പ്രചാരണത്തിൽ മുങ്ങിക്കൊണ്ട് ഇവിടുത്തെ ഹിന്ദു ആയിക്കോട്ടെ ക്രൈസ്തവനായിക്കോട്ടെ മതേതരനാണ് ഞാൻ, ഞങ്ങൾ സമാധാനത്തിന്റെ മതസ്ഥരാണെന്ന് പറഞ്ഞ് നടക്കുന്ന നല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, ആ വിഭാഗവും മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളമാണ് നരേന്ദ്രമോദിജിക്കെതിരെയും BJPക്കെതിരെയും RSSനെതിരെയും കുരച്ചു ചാടുന്നത്. അതിനനുസരിച്ച് അവരുടെ ശക്തി കൂടുക എന്നല്ലാതെ നിന്റെയൊക്കെ കുര അടങ്ങുക എന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ നമുക്കറിയാം വിവേകാനന്ദ പാറയിൽ വന്ന് നരേന്ദ്രമോദി വന്ന് ധ്യാനിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നരേന്ദ്രമോദിജി കൃത്യമായിട്ട് 400ന് മുകളിൽ സീറ്റ് നേടുമെന്ന ആ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് അതിനുവേണ്ടി ഏറ്റവും ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വോട്ടെണ്ണാനിരിക്കുന്ന 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ നമ്മുടെ കേരളത്തിൽ വിവേകാനന്ദ പാറയിൽ വന്നുകൊണ്ട് ധ്യാന നിമഗ്നനായത്. അതുകൊണ്ടാണ് വിവേകാനന്ദന് മറ്റൊരു പേര് കൂടി ഉണ്ട്, എന്താ നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പേര് കൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ ഗൃഹസ്ഥാശ്രമത്തിലെ പേര്. ആ നരേന്ദ്രൻ തന്നെയാണ് ഇന്ന് നരേന്ദ്രമോദി ഇന്ന് ഭാരതം ഭരിക്കുന്ന ലോക നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന്റെ അവതാരമാണ് നരേന്ദ്രന്റെ, അതല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമിയുടെ അവതാരമാണ് ഇന്ന് ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ആർക്കും കുറ്റപ്പെടുത്താനാവില്ല. ആ രീതിയിൽ തന്നെ ധർമ്മഭരണം നടത്തുന്ന ഇവിടത്തെ നരേന്ദ്രമോദിജിക്കെതിരെ ആരൊക്കെയാണ് കുരച്ചു ചാടുന്നത്? അതൊരേ ഒരു വിഭാഗമേ ഉള്ളൂ. രാജ്യം നശിപ്പിക്കാൻ ഇറങ്ങുക, തന്റെ മതം വളർത്തി തന്റെ രാജ്യത്തെക്കാൾ ഉപരി തന്റെ മതത്തെ സ്നേഹിച്ചുകൊണ്ട് മതം വളർത്തി ഇവിടെ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട നാട് നശിച്ച് അതിനെ ഇസ്ലാമിക രാജ്യത്തിലേക്ക് കൊണ്ടുപോകുക എന്ന ചിന്താഗതിയുള്ള ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. എന്തായാലും മുമ്മർത്തും പിന്നാമ്പുറത്തും സ്വർണം നിറച്ചു വരുന്ന ആ ഹിസ്റ്ററി ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ടീച്ചർ ഒന്നുകൂടെ ഭംഗിയായിട്ട് പറഞ്ഞോളൂ ടീച്ചറെ. അതിലേറെ രസകരമായിട്ട് തോന്നിയ വസ്തുതയുണ്ടല്ലോ, ഇവരെന്തെങ്കിലും പറയുമ്പോ ശാഖയിൽ പോയി നിന്നോ, ഉമ്മായ ശാഖയിൽ വിട്ടോ, നിന്റെ മോളെ വിട്ടോ, നീ പോയി കുനിഞ്ഞു നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് മെനക്കെട്ടിരുന്ന് ചില കാർട്ടൂൺ ചിത്രങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കേറ്റും. ഒന്ന് ആലോചിക്കണം. ഈ വിമാനത്താവളങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്ന ആളുകൾ മുഴുവനും എന്തുകൊണ്ടാണ് ഞമ്മന്റെ ആളുകളായി മാറുന്നത് നോക്കിയേ. വളരെ സെക്കൻഡ് സമയത്തേക്ക് ആരുടെയോ തലയിൽ ഉരുത്തിരിഞ്ഞ ബുദ്ധിയാണ് സുറാബി എന്നുള്ളത് സുരഭി എന്നാക്കി മാറ്റാം. വളരെ കൃത്യമായി FIR-ൽ ഉണ്ട്. സിദ്ദീഖ് ഖാത്തൂൺ, CPM കാരനായ സിദ്ദീഖ് ഖാത്തൂണിന്റെ ഭാര്യ സുറാബി ഖാത്തൂൺ. എന്നിട്ടും അവരെ ഒരു സെക്കൻഡ് കൊണ്ട് നരകത്തിന്റെ വിറകുകൊള്ളിയായി കാഫിറാക്കി മാറ്റിയത് ഇവരുടെ മതത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ലേ? ഇങ്ങനെ എത്ര പേരെ ഇവര് മതം മാറ്റിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ. ബൈജുന് ഓർമ്മയുണ്ടോ? ഒരു വിഷ്ണു വിഘ്നേഷ്, പിന്നെ വിഷ്ണു പട്ടാളക്കാരനാണ്, വിഘ്നേഷ് അനിയനാണ്. ഇവരെ രണ്ടുപേരെയും ഈ കേരള പോലീസ് അടിച്ച് ചതച്ച ഒരു വാർത്ത. നീ പിസ്റ്റൾ പിടിക്കുന്ന വിരലുകൾ ഇനി നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് വിരലുകൾ അടിച്ചൊട്ടിച്ച് ആ മനുഷ്യനെ എടുത്ത് ഇങ്ങനെ ഒരു കസേരയിൽ ഇരുത്തിയിരിക്കുന്ന ഫോട്ടോ വരെ പുറത്തു വന്നിരുന്നു. ആ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ് ആ പയ്യൻ, വീട് മിനുക്ക് പണികളും ഒക്കെ ആയിട്ട്. അപ്പോഴാണ് ഈ വിഘ്നേഷ് അനിയൻ ഇയാളെ അന്വേഷിച്ച് വരികയാണ്, ജ്യേഷ്ഠനെ കണ്ടില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു, ഇവനെയും പിടിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ ഇവൻ ഒരു CPM പ്രവർത്തകനാണ്, വിഘ്നേഷ് അനിയൻ. അപ്പൊ അവനോട് പറയുന്നു, രണ്ടുപേരെ ഇതാ മയക്കുമരുന്നിന്റെ ഇതിൽ പിടിച്ചിട്ടുണ്ട്, നീ ജാമ്യം നിൽക്കണം. ഇല്ല, ഞാന് PSC എഴുതി കഴിഞ്ഞിട്ട് ഞാൻ മെമ്മോ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ഉടനെ തന്നെ അപ്പോയിന്റ്മെന്റ് ഉണ്ടാകും, എനിക്ക് ജാമ്യം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ ഒഴിഞ്ഞു മാറിയപ്പോ ആ പയ്യനെയും അടിച്ചു.
വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. പിറ്റേ ദിവസം വന്ന എല്ലാ പത്രത്തിലും വന്ന വാർത്ത ഏതെന്നറിയാമോ? അനീഷ്, പോലീസ് ഉദ്യോഗസ്ഥനായ അനീഷ്. പിന്നീട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട അറിയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, ടീച്ചറെ അനീഷ് അല്ല, അയാളുടെ പേര് അനീസ് മുഹമ്മദ് എന്നാണ്. അങ്ങനെ ഞാനാണ് ആ വാർത്ത ഫസ്റ്റ് തന്നെ ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെയാണ് അനീസ് മുഹമ്മദ്. എന്നിട്ട് എനിക്ക് FIR കോപ്പി ഇട്ടു തരികയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന്റെ ഫോട്ടോയും ഒക്കെ എനിക്ക് ഇട്ടു തരികയാണ്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹത്തിന്റെ പേര് അനീഷ് അല്ല. എല്ലാ മാധ്യമങ്ങളും അനീഷ് അനീഷ് എന്ന് കൊടുത്തു. അപ്പൊ പ്രത്യേക മതവിഭാഗത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി. പിന്നീടാണ് ഇദ്ദേഹം അനീസ് മുഹമ്മദ് ആണ് എന്നറിഞ്ഞ് ഞാൻ ആ വാർത്ത ചെയ്യുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 5-6 ലക്ഷം ആ വീഡിയോ ഓടുന്നു. കാരണം അപ്പോഴാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒരു അട്ടിമറി ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഇവരുടെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും പിടിക്കപ്പെടുന്ന ആളുകളുടെ ഒക്കെ പേരുകൾ എന്തെല്ലാം ഇവര് മാറ്റിയിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കും. കാരണം എല്ലാ മേഖലകളിലും ഇവരുണ്ട്, കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ ഇവരുണ്ട്. ഇപ്പോ മലദ്വാരത്തില് സ്വർണം ഒളിപ്പിച്ച് കടത്താൻ യുവതികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രത്യേകമായ പരിശീലനം നൽകുന്ന സംഘങ്ങൾ ഉണ്ട് എന്ന് പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോഴിതാ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സൗദി അറേബ്യ പോലെയുള്ള എല്ലാ അറബ് കൺട്രികളിലും ഇതിന്റെ പ്രത്യേകമായ പരിശീലന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോ ഗർഭനിരോധന ഉറയ്ക്കുള്ളിലാണ് സുരക്ഷിതമായി പൊതിഞ്ഞ് സ്വർണം ശരീരത്തിനുള്ളിലാക്കുന്നത്. ഇപ്പോ ഒരു എയർ ഹോസ്റ്റസിനെ തന്നെ പിടിച്ചാൽ ഒന്ന് ആലോചിക്കണം, 1 കിലോ സ്വർണമൊക്കെ ഒരു സുരഭിക്ക് അകത്ത് വെക്കാൻ പറ്റും എന്നിവർ തെളിയിക്കാൻ ശ്രമിക്കുവാണ്. ഞങ്ങൾ മാത്രമല്ല കുറ്റക്കാര്, നിങ്ങളും ഈ കാറ്റഗറി തന്നെയാണ് എന്ന് തെളിയിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു മതവിഭാഗം മുഴുവനും സംശയത്തിന്റെ, ദുരുദ്ദേശത്തിന്റെ മുൾമുനയിൽ നിന്നു. ഇതിവര് ചിന്തിക്കുന്നില്ല. 1 കിലോ സ്വർണമാണ് മലദ്വാരത്തിൽ എന്ന് പറയുമ്പോൾ കൃത്യമായ വാർത്ത അനുസരിച്ചിട്ട് ഗർഭനിരോധന ഉറയ്ക്കുള്ളിൽ വെച്ചിട്ട് ഉമ്മറത്തൂടെ തന്നെയാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. ഇവരിതിനു മുമ്പ് 20 കിലോ സ്വർണം കടത്തിയിട്ടുണ്ട് അത്രേ. ഇതിപ്പോ 21ാമത്തെ കിലോ സ്വർണമാണ് കടത്താൻ ശ്രമിച്ചത്. അപ്പോ യാതൊരു ഭാവമാറ്റവുമില്ല. കാരണം ഇവർ ഈ മേഖലയിൽ എക്സ്പേർട്ടാണ്. ഇവരെ എഫിഷ്യൻസി തെളിയിച്ചത് കൊണ്ടാണല്ലോ ഇവരെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. ഇനിയും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ, അതല്ലെങ്കിൽ ഒരു മാധ്യമവും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു വിഷയവും കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഇവിടെ ഇവരുടെ ഒരു മേലുദ്യോഗസ്ഥനുണ്ട്, എന്താണ്, സുഹൈൽ. അയാളുടെ ചിത്രം പോലും ഇന്നലെ മുതൽ പുറത്തു വരുന്നില്ല. അയാളാണ് ഇവരെ ഇതിന് പരിശീലിപ്പിച്ചിരുന്നത്. മുഹമ്മദ് സുഹൈൽ എന്ന വ്യക്തി. എനിക്ക് അയാളെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടി, ഞാനത് പറയാം. അപ്പോ ഇവര് 1 കിലോ സ്വർണം ഇതിന്റെ അകത്ത് വെച്ചിട്ട് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ഇവർക്ക് നടക്കാൻ കഴിയണമെങ്കിൽ, എല്ലാ വിഷയവും ഒരേപോലെ തന്നെ ഇവർക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇവർ ഈ മേഖലയിൽ ഇവരുടെ എക്സ്പെർട്ട് എന്താണ് എന്ന് തെളിയിച്ച വ്യക്തിയാണ്. അപ്പോ 20 എന്ന റെക്കോർഡിക്കലി പറയുന്നത് മാത്രമാണ്. അതിനേക്കാൾ എത്രയോ കൂടുതൽ കിലോ സ്വർണം ഇവർ കൊണ്ടുവന്ന് കഴിഞ്ഞു. കാരണം ഇവർക്കറിയാം, ഇവരൊരിക്കലും സുഹൈലിനെ ഒറ്റുകൊടുക്കില്ല, സുഹൈൽ ഒരിക്കലും സുറാബിയെയും ഒറ്റുകൊടുക്കില്ല. പക്ഷെ സുരഭിയാണെങ്കിൽ ഉറപ്പാണ് ഇവര് പ്രതിസ്ഥാനത്ത് വരും. ബൈജുന് ഓർമ്മയുണ്ടോ, ഒരു അക്ഷയ ഷാജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ടിട്ട് ഈ പെൺകുട്ടി കിടന്ന് അലറി വിളിച്ചിട്ട് അത് +2-ന് 82%-ലധികം, 82-85% മാർക്ക് വാങ്ങി ജയിച്ച പെൺകുട്ടിയാണ്. ഇവരുടെ മയക്കുമരുന്ന് റാക്കറ്റിൽ അകപ്പെട്ടു പോയി. ഒടുവില് വീട്ടുകാരെല്ലാവരും പറഞ്ഞിട്ടും ഒരു പ്രേമത്തിൽ നിന്നും പിന്തിരിയാതെ പാറയുടെ മുകളിൽ കയറിയിട്ട് എടുത്തു ചാടുന്നു. ഇത് വീണ് ഒടിയുന്നു, വീണ്ടും അവന്റെ കൂടെ പോകുന്നു. എന്നാൽ ശരി, പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. അങ്ങനെ ആകട്ടെ. അപ്പോഴും ആ തന്ത പറയുന്നു, ഒരു നാൾ നീ ഇത് തിരിച്ചറിയും. ആ നാളായിരുന്നു ലോകം കേൾക്കുമാർ ഉച്ചത്തിൽ ആ പെൺകുട്ടി അലറി വിളിച്ച് കരഞ്ഞത്. ഒടുവിൽ ഒരു സംഘടന മുന്നോട്ട് വരുന്നു, ആ പെൺകുട്ടിയെ ഏറ്റെടുക്കുന്നു, കേസുകൾക്കൊക്കെ അവര് കൂടെ നിൽക്കുന്നു. ആ പെൺകുട്ടി ഇന്ന് വളരെ സമർത്ഥയായി തുടർന്ന് പഠിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഇവരാരും ആഗ്രഹിച്ച് ഈ മേഖലയിലേക്ക് എത്തുന്നതല്ല. ഒരു അമുസ്ലിം നാമധാരി ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോണം അതേതോ ബ്ലാക്ക് മെയിലിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇരിക്കട്ടെ. ഈ സുറാബിയെ ഇപ്പൊ കണ്ടുപിടിച്ചപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്.
ഈ സുറാബിയെ പോലെ ലോകമറിയാത്ത എത്രയോ കണക്കിന് ആളുകൾ ഇവർക്ക് ഇതിനകത്തുണ്ട് എന്ന് ആലോചിച്ചു നോക്കി. ഇപ്പൊ എയർ ഹോസ്റ്റസ് ആയതുകൊണ്ട് ആരും സംശയിക്കില്ല. പക്ഷെ എന്നിട്ട് പോലും അവരുടെ നടപ്പും ഇരിപ്പും 1 കിലോ ഒക്കെ ഇതിനകത്ത് വെച്ചിട്ട് മനുഷ്യന്മാരല്ലേ, മനുഷ്യന്റെ അവയവമല്ലേ, എങ്ങനെയാണ് ഇരിക്കുന്നത്? അപ്പൊ പ്രത്യേക എത്ര വലിയ പരിശീലനം കിട്ടിയാലും ശരി, 1 മണിക്കൂറോ 2 മണിക്കൂറോ ഫ്ലൈറ്റ് ലേറ്റ് ആയാൽ എന്ത് ചെയ്യും? ഈ മഴക്കാലമാണ്. അപ്പോ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊന്നുമല്ല, മാധ്യമങ്ങൾ പറയുന്ന ഒരു വസ്തുതയുമല്ല ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇത് 21 കിലോ സ്വർണം ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് റെക്കോർഡിക്കലി തെളിഞ്ഞപ്പോൾ എത്ര അറിയാതെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് 1. 2, ഇവർക്കിതിൽ വലിയ നേട്ടവും ലാഭവും ഇല്ലാതെ ഇവർ ഈ പണിക്ക് നിൽക്കുമോ? കാരണം പിടിക്കപ്പെട്ടാൽ ജീവിതമാണ് പോകുന്നത്. അപ്പോ ഇനി പിടിക്കപ്പെട്ടാൽ പോലും നിന്റെ ജീവിതം പോകില്ല, നിന്റെ ജീവിതം ഇവിടെ സേഫ് ആണ് എന്ന് ആരോ ഒരാൾ, അതല്ലെങ്കിൽ ഒന്നിലേറെ ആളുകൾ ഈ പെണ്ണിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനിയും 2, നിയമപരമായി 1 ദിവസം പോലും നിന്നെ ഉള്ളിലിടാൻ പറ്റില്ല. നിന്നെ പുറത്തിറക്കാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ചത് എന്ന ഉറപ്പ് എയർ ഹോസ്റ്റസ് അല്ലേ, അപ്പൊ അല്പമെങ്കിലും തലയ്ക്കകത്ത് ആളുതാമസം ഉണ്ടാകില്ലേ? അങ്ങനെ ഒരു ഉറപ്പും ആ പെണ്ണിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെല്ലാത്തിനും ഉപരി 3ാമതായിട്ട് മറ്റൊന്നു കൂടിയുണ്ട്. ഈ വാർത്ത നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ മീഡിയകളല്ലേ 1, 2, 3 ദിവസം, ഏറിയാൽ ഒരാഴ്ച, അത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വാർത്തയുടെ പിന്നാലെ പോകും. ഈ കാലവും കഴിഞ്ഞു പോകും. കിട്ടാനുള്ളത് വലിയ നേട്ടങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോ ഇത്രയധികം സ്വർണം ഒരാൾക്ക് മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ കഴിയില്ല എന്ന് പലരും പറയുന്നു. അപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു, കൃത്യമായ രൂപത്തിൽ നിരന്തരം പരിശീലനം ലഭിച്ച ആളുകൾക്ക് ഇതിന് കഴിയും. അതുകൊണ്ട് ഈ സുറാബി എന്ന വ്യക്തിയുടെ നടത്തത്തിലോ പെരുമാറ്റത്തിലോ യാതൊരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ല എന്ന് സഹപ്രവർത്തകർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സുറാബി ഖാത്തൂൺ പല തവണകളിലായി 20 കിലോ സ്വർണം ഈ രൂപത്തിൽ കടത്തിയപ്പോൾ ആർക്കും ഒരു സംശയവും തോന്നിയിട്ടില്ല, പിടിക്കപ്പെട്ടിട്ടുമില്ല. എന്നിട്ടാണ് ഇത്തവണ കടത്തിയപ്പോൾ പിടിക്കപ്പെട്ടത്. ഇതുപോലെ എത്ര എയർ ഹോസ്റ്റസ് അതിനകത്ത് കാണും, എത്ര ഉയർന്ന ഉദ്യോഗസ്ഥർ അതിനകത്ത് കാണും. ഈ സംഭവത്തില് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കൂടുതൽ ക്യാബിൻ ക്രൂ അംഗങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പൊ ഈ ക്യാബിൻ ക്രൂവിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഈ സുഹൈലിനെ കുറിച്ച് അധികം മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോ ഈ ഉമ്മറത്തുടെയും പിന്നാമ്പുറത്തുടെയും ഒക്കെ സ്വർണം എത്ര കിലോ കണക്കിന് വേണമെങ്കിലും ഒളിപ്പിച്ച് കടത്താൻ യുവതികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന സംഘങ്ങൾ ഉണ്ട് എന്ന റിപ്പോർട്ട് മുമ്പ് തന്നെ പുറത്തു വന്നിട്ടും ഈ രൂപത്തിൽ സുരക്ഷിതമായി 21 കിലോ സ്വർണം സുറാബി എങ്ങനെ കടത്തി എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകേണ്ടുന്ന വസ്തുത തന്നെയാണ്. ഉറയ്ക്കുള്ളില് അതുപോലെ സുരക്ഷിതമായി പൊതിഞ്ഞ് പല രൂപത്തിലും ശരീരത്തിന് മുമ്പൊക്കെ വിഴുങ്ങലായിരുന്നു. പിന്നെ പുരുഷന്മാരെ മലദ്വാരത്തിൽ അടിച്ചു കയറ്റുന്നതൊക്കെ വലിയ ആപത്തുകളിലേക്ക് ചെന്ന് പെട്ടു. പിന്നീട് ആ രൂപത്തിലാണ് ഹലാലാക്കി എടുക്കുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. ഏതാണ്ട് അതും നല്ല രൂപത്തിൽ നടക്കുന്നതിന്റെ ബൈജു, നമ്മള് ഈ വാർത്തകൾ കാണാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ കാലത്തല്ലേ? അതിനു മുമ്പ് എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് ഈ പരിപാടി ഇല്ലേ ഇവര്? ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണം കഴിച്ചാൽ പോലും അത് ഛർദ്ദിച്ച് കളയാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ശരീരം അത് കാണിക്കും. പക്ഷെ ഇത്രയും വലിയ വസ്തുക്കള് ഈ ശരീരത്തിനകത്തേക്ക് കയറ്റിയിട്ട് ഒരു സ്ത്രീയല്ലേ, യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ചലനവും ഇല്ലാതെ ഇവർക്ക് സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ 1 കിലോ ഭാരമാണ്, 1 കിലോ ഭാരമുള്ള സാധനം. അപ്പോ ഈ മിശ്രിത രൂപത്തില് ഈ ഉറക്കകത്താക്കി അകത്ത് വെച്ച്, അപ്പൊ ആരുടെയെല്ലാം മുമ്പിൽ മലർന്ന് കിടന്നിട്ടാണ് ഈ പെണ്ണിത് ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോ ഇവരൊക്കെ ഏത് രൂപത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഒന്നുമല്ലെങ്കിൽ നമ്മൾ ഇവരെ വിശ്വസിക്കേണ്ടുന്ന ഒരു ബാധ്യതയെങ്കിലും നമുക്കുണ്ടല്ലോ. അപ്പോ ഈ മതവിഭാഗം മുഴുവനും ഈ രൂപത്തിൽ രാജ്യവിരുദ്ധത കരാറായിട്ട് ഏറ്റെടുത്തവരാണോ എന്ന് ചോദിച്ചാൽ നമ്മളുടെ എതിരെ 153A ഒന്നും ഇട്ടിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഞാനും ഈ മതത്തിന്റെ വക്താവ് തന്നെയാണ്. ഞാനും ബയോളജിക്കലി സർട്ടിഫൈഡ് മുസ്ലിമാണ്.
അപ്പൊ എന്റെയും സർട്ടിഫിക്കറ്റിൽ, എന്റെ ബയോഡേറ്റയിലുള്ളത്, എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ളത് മുസ്ലിം എന്ന് തന്നെയാണ്. അപ്പൊ എന്റെ മതവിഭാഗം ചെയ്യുന്ന ഒരു കാര്യത്തെ നവീകരിക്കാനും ഒന്ന് തിരുത്താനും ഞാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എത്ര കേസ് വേണമെങ്കിലും ഇട്ടോ. ഇത് സുരഭി അല്ല, കൊൽക്കത്ത സ്വദേശിയായ സുറാബി ഖാത്തൂൺ എന്ന പെണ്ണാണ്. ഇത് റവന്യൂ ഇന്റലിജൻസ് തന്നെയാണ് ഇവരുടെ പേരും ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഈ സുറാബി ഖാത്തൂൺ എന്ന സിദ്ദീഖിന്റെ ഭാര്യയ്ക്ക് നല്ല രൂപത്തിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, DRI അധികൃതരാണ് പറയുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യം കൂടുതൽ ഡേറ്റാസ് സംഘടിപ്പിച്ചിട്ട് മാധ്യമങ്ങളോട് പറയുമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. 14 ദിവസത്തേക്ക് ഈ സുറാബിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴവർ നിലവില് കണ്ണൂർ ജയിലിലാണ്. മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലെ എയർ ഹോസ്റ്റസ് ആയിരുന്നു സുറാബി. നേരത്തെയും സ്വർണ്ണക്കടത്തിന് എയർ ഹോസ്റ്റസുമാർ പിടിയിലായിട്ടുണ്ടെങ്കിലും മലദ്വാരത്തിൽ, അതായത് ഉമ്മറത്തും പിന്നാമ്പുറത്തും ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്ന എയർ ഹോസ്റ്റസ് പിടിയിലാകുന്ന കണ്ണൂരെ, അതും റെക്കോർഡായി. കാരണം എല്ലാം കണ്ണൂര് തന്നെയാ. നമ്മുടെ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയവൻ എത്ര വർഷം ഒളിച്ച് താമസിച്ചത് കണ്ണൂരാണ്. അപ്പൊ എല്ലാത്തിനും പറ്റുന്ന ഒരു മേഖലയായി ഏതാണ്ട് കണ്ണൂര് മാറിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ നാടാണ്, നമ്മുടെ ഭരണകർത്താക്കളുടെ നാടാണ്, അവിടെ എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പോ ഇവിടെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം, ഈ സംഭവത്തില് പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് സുഹൈൽ. സംഘത്തിന്റെ പ്രധാനപ്പെട്ട തലവൻ, അവനിലേക്ക് അന്വേഷണം നീളുമെന്ന് DRI വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇവരെ കക്കാൻ മാത്രമല്ല, ഇവർക്ക് നിൽക്കാനും അറിയാം. കാരണം ഇവരുടെ പേര് നോക്കുമ്പോൾ ഇവരുടെ പേരിൽ സമ്പത്തൊന്നും ഉണ്ടാകില്ല, പ്രോപ്പർട്ടീസ് ഒന്നും ഉണ്ടാകില്ല, ഇവരുടെ ഭാര്യമാരുടെ പേരിൽ ഉണ്ടാകില്ല, സഹോദരങ്ങളുടെ പേരിൽ ഉണ്ടാകില്ല. പക്ഷെ സഹോദരങ്ങളുടെ ഭർത്താവിന്റെയോ ഭാര്യയുടെ പേരിൽ ഉണ്ടാകും. അത്രയും അന്വേഷണം പോകത്തില്ല. മാതാപിതാക്കളുടെ പേരിൽ ഉണ്ടാകില്ല. ഇവർക്ക് ധാരാളം ബിനാമികൾ. ഇപ്പൊ കണ്ണൂരെ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തില് എത്രയോ കൂടുതൽ തെളിവുകളും രേഖകളും പുറത്തു വന്നതാ. കരിപ്പൂര് തന്നെ വലിയ റെക്കോർഡായി കുപ്രസിദ്ധി ആർജിച്ച ഒരു നാടായിട്ട് നിൽക്കുന്ന സമയത്താണ് കണ്ണൂർ എയർപോർട്ട് തന്നെ വരുന്നത്. ആ സമയത്താണ് കണ്ണൂരിൽ നിന്നും റെക്കോർഡ് നേട്ടത്തിനാണ് പിടിച്ചത്. 1, 2 ഒന്നും അല്ല, 1 കിലോ സ്വർണം 950 ഗ്രാം അങ്ങനെ കണ്ടാണ് പറയുന്നത്. ടീച്ചറെ, സുറാബിയുടെ ആ കഴിവിനെ നമ്മുടെ ഒരു പരമേശ്വരൻ TK എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. 1 കിലോ സ്വർണം, അതിന്റെ ശാസ്ത്രീയ വിശദീകരണമാണ്. 1 കിലോ സ്വർണം എന്നത് വെറും 52 മില്ലി ലിറ്റർ വ്യാപ്തിയേയുള്ളൂ. ഉദ്ധരിച്ച ശരാശരി ലിംഗത്തിന് 75 മില്ലി ലിറ്റർ വ്യാപ്തി കാണും. അതിനാൽ 1 കിലോ സ്വർണം മുന്നിലോ പിന്നിലോ കയറ്റിക്കൊണ്ടുവരുന്നത് വളരെ നിസ്സാരമാണ്. അതിന്റെ അവര് കൃത്യമായുള്ള ശാസ്ത്രീയ കണക്ക് കൂടി പറഞ്ഞതാണ്. ടീച്ചർ കണ്ടിന്യൂ ചെയ്തോളൂ. ശരി. അപ്പോ ഇവർക്ക് ഒന്ന് ആലോചിച്ചു നോക്കണം. വളരെ കൃത്യമായി പിടിച്ച സുറാബി എന്ന് പറയുന്ന വ്യക്തി റെക്കോർഡ് നേട്ടത്തിലേക്ക് പിടിക്കുമ്പോൾ, ചെറിയ മീനിനെ പിടിക്കാൻ പറ്റില്ലല്ലോ, 21 കിലോയോളം സ്വർണം കടത്തി. അങ്ങനെ DRIക്ക് റെക്കോർഡ് വിവരമാണ് ലഭിച്ചത്. ഇവരെ ഈ അറസ്റ്റിലായ ഒരു വ്യക്തി കൂടിയുണ്ട്, തില്ലങ്കേരി സ്വദേശിയായ സുഹൈൽ. ഇവനാണ് ഇതിന്റെ എല്ലാം സൂത്രധാരൻ. ഇവനെ കുറിച്ച് മാധ്യമങ്ങളൊന്നും പറയുന്നില്ല. ഒന്ന് ആലോചിക്കണം. ഈ എയർ ഹോസ്റ്റസ് മാത്രമല്ല, എയർപോർട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, നമ്മൾ ഈ പച്ച വെളിച്ചമൊക്കെ നിരന്തരം കാണുകയും ഇത്തരം വാർത്തകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. നമുക്കറിയാം. ഇപ്പോ തമ്മനം ഫൈസൽ, എന്താണ് ഒരു DYSPക്ക് അവിടെ കാര്യം? വെറും 2 ദിവസം മാത്രം വിരമിക്കാൻ കാത്തു നിൽക്കെ ഒരു ഗുണ്ടാത്തലവന്റെ ഫംഗ്ഷന് പോകുന്നു. എന്നിട്ട് അവരുടെ ടോയ്ലറ്റിൽ കയറി ഒളിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ. അതാ ഞാൻ പറഞ്ഞത്, ഇവരുമൊക്കെയായി ഒരു വിഹിത അവിഹിത ബന്ധം ഇവർ നല്ല രൂപത്തിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തില്ലങ്കേരി സ്വദേശിയായ സുഹൈല് ഈ എയർ ഹോസ്റ്റസുമാരെ സ്വർണ്ണക്കടത്തിന് നിയോഗിക്കുന്ന മുഖ്യ കണ്ണിയാണ് എന്ന് പറഞ്ഞത് DRI ആണ്. എന്നിട്ട് പോലും ഈ വാർത്ത പുറത്തുവിടാനോ, സുഹൈലിന്റെ പേര് പറയാനോ, സുഹൈലിന്റെ ചിത്രങ്ങൾ പുറത്തുവിടാനോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. സംഘത്തിന്റെ കണ്ണികളായ കൂടുതൽ സുഹൈലുമാരിലേക്ക് DRI അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ഇതിപ്പോ പിടിക്കുന്നത് 28-ാം തീയതിയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച്. ആലോചിക്കണം, 28, 29, 30, 31, 1 ഈ 5 ദിവസം കൊണ്ട് സുരഭിയാണ് ഇത്, ഒരു ഹിന്ദു പെണ്ണാണ് ഇത് ചെയ്തത് എന്ന് ലോകം മുഴുവനും വാർത്തയായി. 5-ാമത്തെ ദിവസമാണ് സുരഭി അല്ല, ഇത് സുറാബി ഖാത്തൂൺ ആണ് എന്ന വാർത്ത മുന്നോട്ട് വരുന്നത്.
ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഇത് കരുതിക്കൂട്ടി ഒരു വിഭാഗം ആളുകൾ ഉണ്ടാക്കുന്ന വാർത്തകളാണ്. ഇത് എന്ത് പേരായിരിക്കണം ഒരു അക്രമിയുടേത് അവരാണ് തീരുമാനിക്കുന്നത്. അതുപോലെ ഓർമ്മയുണ്ടോ നമ്മുടെ എന്തായിരുന്നു സ്ഥലം എന്നറിയില്ല, രണ്ടുപേരെ കൊന്നില്ലേ, ഒരു ജോസ്ലിയെയും ഒരു പത്മ എന്ന് പറയുന്ന സ്ത്രീയെയും ബലിയിട്ടില്ലേ, ഒരു വൈദ്യരും ഒരു ലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയും കൂടി ഈ പത്തനംതിട്ട ഭാഗത്തെങ്ങാണ്ട് നരബലി നടത്തിയത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ഷാഫി മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. അവന്റെ പേര് വന്നത് 10ാമത്തെ ദിവസമാണ്. അവനാണ് ഫേസ്ബുക്കില് അവന്റെ ഭാര്യയുടെ ഫോണിൽ നിന്നും ഒരു ഫേക്ക് ID രൂപീകരിക്കുന്നതും അതിനകത്താണ് ഈ വൈദ്യർ എന്ന് പറയുന്ന ആളെ കോണ്ടാക്ട് ചെയ്യുന്നതും അവർക്ക് എന്തോ കാര്യം സാധിക്കാനുണ്ട്, കുറെ പണം ഉണ്ടാക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നരബലിക്ക് നിർദ്ദേശിക്കുന്നതും ഈ ലോട്ടറി വിൽപ്പനക്കാരിയായ പത്മയെയും റോസ്ലിയെയും ഇവരുടെ വീട്ടിലെത്തിക്കുന്നതും ഒക്കെ ഈ ഷാഫി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. എത്ര വൈകിയാണെന്ന് അറിയാമോ അവന്റെ പേര് പോലും പുറത്തു വന്നത്. അവനാണെങ്കിലോ ഒരു നൊട്ടോറിയൽ ക്രിമിനലാണ്. അവന് അതിനു മുമ്പ് ഒരു 77-കാരിയായ ഒരു വൃദ്ധ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചിട്ട് ആ സ്ത്രീ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആ കേസിനകത്ത് ജാമ്യത്തിൽ ഇറങ്ങുന്നത്. ഇവനെയൊക്കെ ആരാണ് ജാമ്യത്തിൽ എടുക്കുന്നത് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെയൊക്കെ പേരുകൾ വരാൻ, അനീസ് മുഹമ്മദ് എന്ന് പുറത്തു വരാനും ഷാഫി മുഹമ്മദ് എന്ന് പുറത്തു വരാനും സുറാബി ഖാത്തൂൺ എന്ന് പുറത്തു വരാനും ദിവസങ്ങൾ എടുക്കും. അതിനും ഇടയ്ക്കാണ് ഒരു 18 വയസ്സുകാരിയായ ഒരു ഷാഹിന എന്ന പെണ്ണ് ഒരു ഹോട്ടൽ ജീവനക്കാരനെ കഷ്ണങ്ങളാക്കി അട്ടപ്പാടി ചുരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. ഒരു ദിവസം മാത്രം ഏതാണ്ട് ചെറിയ രൂപത്തിൽ ആ വാർത്ത കൊടുത്തില്ല എന്ന നിലയിൽ നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്തകൾ മുക്കി. അപ്പൊ ഒരു പരിധി വരെ എല്ലാ മാധ്യമങ്ങളും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ എച്ചിൽ നക്കുന്നവരാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. ഇപ്പൊ ഈ വിമാനത്താവളത്തിൽ വെച്ച് കൊൽക്കത്ത സ്വദേശിയായ സുറാബിയെ സ്വർണവുമായി പിടികൂടി. അവരോട് തന്നെ ചോദിച്ചാൽ അവര് തന്നെ പറയും എന്താണ് പേരെന്ന്. ഒരു പക്ഷേ നമുക്ക് അവരുടെ പേര് പെട്ടെന്ന് മനസ്സിലാകുന്നു വരില്ല. ആലോചിച്ച് നോക്കൂ, സുരഭി, SURABHI, സുരഭി എന്നായിരിക്കുമല്ലോ. സുറാബി SURABI ആയിരിക്കുമല്ലോ സുറാബി. അപ്പൊ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടല്ല, ഇത് ഇങ്ങനെ തന്നെ ജനങ്ങളിൽ എത്താൻ പാടുള്ളൂ എന്ന് ഇവര് തീരുമാനിക്കുവാണ്. മസ്കറ്റിൽ നിന്ന് കണ്ണൂരിൽ എത്തുന്ന ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതെന്താണ് 9740 അങ്ങനെ കണ്ടാണ് ഇതിന്റെ 14 അങ്ങനെ കണ്ടാണ് ഇതിന്റെ നമ്പർ. അപ്പൊ ഈ വിമാനത്തിലെ ജീവനക്കാരിയാണ് ഇവരെ എത്ര വർഷമായി ഈ വിമാനത്തിൽ ജോലി ചെയ്യുന്നു? ഇതിനിടയ്ക്ക് ഇവര് എത്ര തവണയാണ് സ്വർണം കടത്തിയിട്ടുള്ളത്? ഇവർ എത്ര തവണ അറബ് കൺട്രിയിൽ പോയി ഇങ്ങനെ വിദേശ പരിശീലനം നേടിയിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരണം. ഈ 26-കാരി ഒരുപക്ഷെ ജോലിക്ക് എത്തിയിട്ട് എത്ര വർഷമായതേ ഉള്ളൂ എന്ന് നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയും. അപ്പൊ 960 ഗ്രാം സ്വർണം ഇവര് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 960 എന്ന് പറയുന്നത് ചെറുതാണോ? 1 കിലോ സ്വർണം എന്ന് പറയുന്നത് ചെറുതാണോ? എങ്ങനെ വെച്ചിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്? ഇതിന് ഭാരമില്ലേ 1 കിലോ? അപ്പൊ ഇത് പിടിച്ചത് എങ്ങനെയാണ്? രഹസ്യ വിവരം ലഭിക്കുവാണ്. DRI ഉദ്യോഗസ്ഥനെ നേരിട്ട് ലഭിക്കുന്നു. അതല്ലെങ്കിൽ ഇത് പിടിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഈ സ്വർണം കണ്ടെടുക്കുന്നത്. കോടതിയിൽ എന്തായിരുന്നാലും 14 ദിവസത്തേക്ക് സുറാബിയെ റിമാൻഡിൽ വിട്ടു. ഉന്നത ആളുകൾ എത്തും ഇവരെ ജാമ്യത്തിലെടുക്കാൻ. ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെടുത്തത് സ്വർണമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ഇനി നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തില് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരനും അതുപോലെ തില്ലങ്കേരി സ്വദേശിയും ഒക്കെയായ സുഹൈലിനെ DRI അറസ്റ്റ് ചെയ്തത് തന്നെ വലിയ ഒരു ആശ്വാസകരമാണ്. പിന്നെ 10 വർഷമായി ഈ സുഹൈല് ക്യാബിൻ ക്രൂ ആയി ഇവിടെ ജോലി ചെയ്യുവാണ്. എത്ര സുറാബിമാരെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഫൗണ്ടർ ഹെഡാണ് ഇയാളെന്ന് ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ രൂപത്തിൽ സ്വർണം കടത്തിയതിന്റെ പേരില് വിമാന കമ്പനി ജീവനക്കാർ പിടിയിലാകുന്നത് രാജ്യത്തെ ആദ്യ സംഭവമാണ് എന്ന് DRI ചൂണ്ടിക്കാണിക്കുന്നു. അല്ല, ഒരുപാട് എയർ ഹോസ്റ്റസ്മാർ പല രൂപത്തിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ചില് സ്വർണം കടത്താൻ ശ്രമിച്ച കേസില് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരെയായിരുന്നു കസ്റ്റംസ് പിടികൂടിയത്. വയനാട് സ്വദേശിയായ ഷാഫി എന്ന യുവാവിനെയാണ് 1.45 കിലോ സ്വർണവുമായി കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയത്. പിന്നെ അയാളാണെങ്കിലോ ബഹ്റൈൻ കോഴിക്കോട് കൊച്ചി ബഹ്റൈനിൽ നിന്നാണ് പിടിച്ചത്. അയാള് കോഴിക്കോട് കൊച്ചി വിമാനത്താവളത്തിലെ ജീവനക്കാരനായിരുന്നു ഷാഫി. ഇങ്ങനെ നമ്മൾ അറിയുകയും അറിയാതാകുകയും ചെയ്യുന്ന
നൂറുകണക്കിന് വാർത്തകൾ നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്നുണ്ട്. ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ഈ വാർത്ത പുറം ലോകം അറിയും? ഈ ഓൺലൈൻ മീഡിയ ഇത്രയും ഡെവലപ്പ് അല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ മനസ്സിലാകും നമ്മുടെ നാട് എത്രമാത്രം അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ടീച്ചറെ, ഇതിന് രണ്ട് ആളുകളെ നമ്മൾ പ്രശസ്തിയിലേക്ക് അതല്ലെങ്കിൽ അവരെ നമ്മൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല അവർക്ക് ഇതിന്റെ അഭിമാനം അതല്ലെങ്കിൽ ഇതിന്റെ ക്രെഡിറ്റ് കൂടി കൊടുക്കേണ്ടതുണ്ട്. മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. കാരണം നമ്മൾക്കറിയാം, സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ വിമാനത്താവളത്തിലൂടെ അതല്ലെങ്കിൽ നയതന്ത്ര ഉദ്യോഗസ്ഥനെ പോലും സ്വാധീനിച്ചുകൊണ്ട് ഗ്രീൻ ചാനലിലൂടെ സ്വർണം കടത്തിയ വ്യക്തി എന്നുള്ള ആ ഒരു ചിത്രം നമ്മുടെ മുൻപിലേക്ക് വരും. അവരുടെ ആ തടിയും അതല്ലെങ്കിൽ അവരുടെ മുന്നും പിന്നാമ്പുറവും ഒക്കെ എത്രത്തോളം ആ ഒരു അശ്ലീല രീതിയിലൊക്കെ എത്രത്തോളം മാധ്യമങ്ങൾ ആഘോഷിച്ചു എന്നൊക്കെ നമ്മൾക്കറിയാം. കാരണം അതൊരു സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു. എന്നാൽ ആ പെൺകുട്ടി സ്വപ്ന സുരേഷ് എന്ന രീതിയിൽ പിടിക്കപ്പെടുന്ന സമയത്ത് അവർ ഇസ്ലാം മതത്തിലേക്ക് കൺവേർഷൻ ചെയ്യപ്പെട്ടിരുന്നു വിദേശത്ത് വെച്ച് എന്നുള്ളതും അതൊക്കെ മറക്കപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് എന്ന പേര് മാത്രം എത്രത്തോളമാണ് ഇവിടെ വ്യാപകമായി മാധ്യമങ്ങൾ ഉപയോഗിച്ചത്, അവർക്കൊരു മുസ്ലിം നാമം ഉണ്ടായിരുന്നു എന്നുള്ളത് മറച്ചു വെച്ച് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ ചാനലിന്, അതായത് മറ്റൊരു രാജ്യവും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥ തലത്തിൽ പോലും ആളുകളെ കീഴടക്കിക്കൊണ്ട് അവരെ പോലും ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരിലൂടെ പോലും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഈ നാട്ടിലേക്ക് എത്തിച്ചു എന്ന ആ ഒരു അപവാദമല്ല അതല്ലെങ്കിൽ ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണിത്. ആ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നിട്ടുള്ള നാടാണ് കണ്ണൂർ എന്ന് പറയുന്ന സ്വദേശം. നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഈ കൊച്ചി ആണെങ്കിലും കരിപ്പൂരാണെങ്കിലും ഒരുപാട് എയർപോർട്ടുകൾ ഉണ്ട് എന്നിരിക്കെ കണ്ണൂരിൽ എങ്ങനെയാണ് ഒരു എയർപോർട്ട് പ്രത്യേകം വന്നതെന്നും ഈ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കള്ളക്കടത്തുകൾ നടന്നത് കണ്ണൂരിനെയും കരിപ്പൂരിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് കണ്ണൂരിലാണ് എന്നുള്ളതും എത്രത്തോളമാണ് ഇങ്ങനെ ഈ വിദേശത്തു നിന്നായാലും സ്വദേശത്തു നിന്നായിട്ടുള്ള ആളുകൾ പിടിക്കപ്പെടുന്നതെന്നും അതിൽ ഈ കണ്ണൂർ ലോബിയുടെ ബന്ധം എന്ത് എന്നുള്ളതും ഈ പിണറായി വിജയന്റെ നാടിന്റെ ബന്ധം എന്ത്, പിണറായി വിജയന്റെ ആ പദവിയുടെ ബന്ധം എന്ത് എന്നുള്ളത് നമ്മൾ അവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. മറ്റൊരു വിഭാഗം നമ്മുടെ മദ്രസ ഉസ്താദുമാരാണ് ടീച്ചറെ. ഈ മദ്രസ ഉസ്താദുമാരുടെ ട്രെയിനിങ്ങിനെ കുറിച്ചുകൂടി നമ്മളിവിടെ വാചാലരാകേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം, പ്രകൃതി വിരുദ്ധ പീഡനം എന്ന് കേട്ടാൽ സത്യത്തിൽ ഇന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അത് മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ, അതായത് ഒരു ആണും പെണ്ണും തമ്മിൽ ഉള്ള ആ ഒരു ബന്ധം അതിനെ ഇന്നിപ്പോൾ പവിത്രവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതിനെ സ്വർഗാനുരാഗം എന്ന് പറയുന്നുണ്ട്. എന്നാൽ പ്രകൃതി വിരുദ്ധ പീഡനം എന്നുള്ളത് ആദ്യം കണ്ടുപിടിച്ചിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ മൊല്ലാക്കന്മാർ തന്നെയാണ്, മദ്രസ ഉസ്താദുമാർ തന്നെയാണ് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനോ. നിങ്ങൾ വെറും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക, പ്രകൃതി വിരുദ്ധ പീഡനം എന്നൊരു വാക്ക് നിങ്ങൾ കൊടുത്തു നോക്കും. അതിൽ ഏറ്റവും കൂടുതൽ വരിക ഈ ഉസ്താദുമാക്കന്മാരുടെ പീഡനം മാത്രമാണ്. അതിലൊരു ക്രൈസ്തവ നാമധാരിയോ അതിലൊരു ഹിന്ദു നാമധാരിയോ വരില്ല. എന്തുകൊണ്ടാണ് ഈ പ്രകൃതി വിരുദ്ധ പീഡനം ഇത്രയ്ക്കും മദ്രസകളിലൂടെ, അതും വിദ്യാഭ്യാസം പകർന്നു നൽകേണ്ട ഒരു അധ്യാപകൻ എന്ന ചുമതല, അയാളെ നമ്മൾക്ക് വേണമെങ്കിൽ മദ്രസ ഉസ്താദ് എന്ന് വിളിക്കാം. പക്ഷെ ഈ മദ്രസ ഉസ്താദ് ബേസിക്കലി ഒരു അധ്യാപകനാണ്, ഒരു ഗുരുവാണ്. ഈ ഗുരു തന്നെ തന്റെ ശിഷ്യനായാലും ശിഷ്യയായാലും അവരെ മുന്നാമ്പുറത്ത് ഒഴിവാക്കി പിന്നാമ്പുറം ഉപയോഗിച്ചുകൊണ്ട് അവരെ പ്രകൃതിക്ക് നിരക്കാത്ത വിരുദ്ധ പീഡനം നടത്തിക്കൊണ്ട് പോലും അവർക്ക് അവരുടെ ഈ പറയുന്ന പിന്നാമ്പുറത്തും മുന്നാമ്പുറത്തും സ്വർണം കടത്താൻ വേണ്ടി ആരാണോ ആദ്യ ട്രെയിനിങ് കൊടുക്കുന്നത് എന്ന ചരിത്രം എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ മദ്രസ ഉസ്താദക്കന്മാർക്ക് സ്വന്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗങ്ങളെ കൂടി നമ്മൾ ഈ ഒരു കാര്യത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. ഇതിന്റെ ആ ക്രെഡിറ്റ് അവർക്ക് കൂടി നൽകേണ്ടതുണ്ട്. കാരണം ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ നയതന്ത്ര ചാനലുകൾ, അതല്ല ഇന്നിപ്പോൾ ഈ എയർ ഹോസ്റ്റസിനെ ഉപയോഗിച്ചിട്ടാണെങ്കിലും അതിനേക്കാൾ മുതിർന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങളിലെ ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയെ പോലും ഈ സ്വർണ്ണ കള്ളക്കടത്തിന് ഉപയോഗിച്ചുകൊണ്ട് തന്റെ പോക്കറ്റ് വീർപ്പിക്കാനും തന്റെ മക്കളുടെ സ്വത്ത് ആസ്തി വകകൾ വർദ്ധിപ്പിക്കാനും വേണ്ടി സ്വർണം കടത്തിയ മുഖ്യമന്ത്രി എന്ന പേരുദോഷം ലോകത്ത് ആദ്യമായിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ് എന്നുള്ള ആ പേരുദോഷം കൂടി നമ്മളിവിടെ സ്മരിക്കേണ്ടതുണ്ട്. മാത്രമല്ല മദ്രസ ഉസ്താദന്മാരുടെ ആ സംഭാവന കൂടി ഒന്ന് സ്മരിക്കേണ്ടതല്ലേ ടീച്ചർ? തീർച്ചയായിട്ടും. ഇപ്പോ നമ്മള് ആദ്യം ഈ സ്വപ്ന പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ സമയത്ത് സ്വപ്നയുടെ ആകാരമായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം. ഇത്രയും ബോഡി ഷെയ്മിങ് നടത്താൻ ഒരു കൂസലുമില്ലാത്ത വിഭാഗമാണ് ഇവരെ. അതുപോലെ ഇപ്പം ഈ സ്വർണ്ണക്കടത്തിന് പിടിച്ചത് സുറാബി. സുറാബിക്ക് ആകാര വലിപ്പമൊന്നുമില്ലേ? അപ്പൊ ഇത് ജാതിയും മതവും നോക്കി ഒരു വിഭാഗത്തെ അപരവൽക്കരിക്കുക, അപഹസിക്കുക, പരിഹസിക്കുക എന്നതിലുപരി അതിൽ ഇവര് വല്ലാത്ത ഒരു വിനോദം കണ്ടെത്തുന്നുണ്ട്. ഇപ്പൊ അതേപോലെ തന്നെ
തിരിച്ചടി കിട്ടി തുടങ്ങി ഇവർക്ക്. ഇന്ന് ഫേസ്ബുക്കിൽ ഞാനിട്ട ഒരു പോസ്റ്റിന്റെ താഴെ വന്നൊരു കമന്റ് ആണ്. ഈ സുറാബിയുടെ വിഷയം തന്നെയായിരുന്നു വിട്ടത്. അതിനകത്ത് അടുക്കള ഭാഗത്ത് ഇത്രയും കൊണ്ടുവരാമെങ്കിൽ പൂമുഖത്ത് ഇനിയും എത്രയധികം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പോസ്റ്റ്. ഇതാര് കാരണമാണ്? ഞാൻ അങ്ങോട്ട് അടിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചടി കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നോക്കി നിൽക്കുന്നവനും അടിക്കേണ്ടി വരുന്നു. അങ്ങനെയാണ് ഇതൊരു കൂട്ടയടിയായി മാറുന്നത്. ഹമാസിനെ തന്നെ നമുക്കറിയാം, ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞു, തിരിച്ച് മാന്തി പൊളിക്കൽ കിട്ടിയപ്പോൾ യുദ്ധം ഒന്ന് നിർത്താമോ എന്ന് ചോദിച്ച് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നു. ഗുജറാത്ത് കലാപം, ഏതേത് വിഷയങ്ങൾ എടുത്താലും ശരി പോയി ചൊറിഞ്ഞു വാങ്ങിയതാണ് പലപ്പോഴും. അപ്പൊ അങ്ങനെ ചൊറിഞ്ഞു വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് തിരിച്ചടിക്കും. സുറാബി ഖാത്തൂണിന്റെ ഖനിയിൽ നിന്ന് ഇത്രയധികം സ്വർണം കുഴിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ പേര് കാഫിറിന്റെ പേരാക്കിയാല് നമ്മൾ രക്ഷപ്പെടും എന്നുള്ള ചിന്തയുണ്ടല്ലോ, ആ ചിന്താഗതി തെറ്റ. അത് ഒരു മദ്രസ ബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. ഇവിടെ ഈ സുഹൈൽ തില്ലങ്കേരി സ്വദേശി, വിശാലമായ നിലവറകൾ ഉള്ളത് ഈ സ്ത്രീകൾക്കാണ് എന്ന് കണ്ടെത്തിയല്ലോ. അത് വലിയ ഒരു അസറ്റ് തന്നെയാണ്. കാരണം മുസ്ലിം സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ എന്തിനും ധൈര്യസമേതം നമ്മുടെ കൂടെ നിൽക്കും. എന്തിനും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് സുറാബിയെ ഇതിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ പിന്നില് സുഹൈലാണെങ്കിലും സുറാബി ആണെങ്കിലും നല്ല രൂപത്തിൽ പണം കൊയ്തിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവര് പറയുന്നു ഡ്യൂട്ടി കെട്ടാതെ കൊണ്ടുവരുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. അല്ല, ഡ്യൂട്ടി കെട്ടാതെ കൊണ്ടുവരുന്നതല്ല, ഡ്യൂട്ടി ഇത്രയല്ലേ വരുള്ളൂ. ഈ സ്വർണം എങ്ങോട്ട് പോകുന്നു, ഈ തൊണ്ടി മുതലുകൾ എങ്ങോട്ട് പോകുന്നു എന്ന് ഒരു മാധ്യമവും അന്വേഷിക്കാറില്ല. ഈ കൊൽക്കത്ത സ്വദേശിനിയായ എയർ ഹോസ്റ്റസ് ആയ സുറാബി ഖാത്തൂണും സുഹൈലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് സുറാബിയെ പൊക്കിയത്. സുറാബിയെ പൊക്കി 5 ദിവസം കഴിയുമ്പോഴാണ് ഈ സുഹൈലിന്റെ പേര് വരെ പുറത്തു വരുന്നത്. ആ നിലവറ ആരാണോ തയ്യാറാക്കി കൊടുത്തത് ആ ആളെ പിടിക്കുന്നത് സുറാബിയെ പിടിച്ച് 5 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഉമ്മറത്തൂടെയും പിന്നാമ്പുറത്തൂടെയും സ്വർണം കടത്താൻ തനിക്ക് ഇങ്ങനെ ചില മീഡിയകൾ ഉണ്ട്. അവരെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവർക്ക് നല്ല രൂപത്തിലുള്ള പരിശീലനം കൊടുക്കണം. അപ്പോൾ ഇവർ എത്ര തവണകളിലാണ് പുറത്തു പോയിട്ടുള്ളത്? അങ്ങനെ അപ്പം ഈ എയർ ഇന്ത്യ എക്സ്പ്രസിലെ സീനിയർ ക്യാബിൻ ക്രൂ ആണ് ഈ സുഹൈൽ. കണ്ണൂര് തില്ലങ്കേരി സ്വദേശിയുമാണ്. അപ്പോ ഇന്റലിജൻസ് ആണ് ഈ വിവരം പുറത്തുവിട്ടത്. എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് സുഹൈലിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ആണ് അറിയിച്ചത്. ഇപ്പൊ ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുണ്ട് സുഹൈല്. സുറാബി ഖാത്തൂണിനെ ഈ കടത്ത് സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്തത് സുഹൈലാണ് എന്നും DRI കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും, ഇത്രയും കൃത്യമായ വാർത്തകൾ ഉണ്ടായിട്ട് പോലും മാധ്യമങ്ങളൊന്ന് തപ്പി നോക്കിക്കേ, സുഹൈലിന്റെ പേരുകൾ ആരെങ്കിലും പറഞ്ഞു എന്ന് നോക്കാമല്ലോ. അപ്പോ ഈ സുരഭി ഖാത്തൂൺ എന്ന് പറഞ്ഞ് ഇവര് പ്രചരിപ്പിച്ച ഈ ഉമ്മറത്തെ സ്വർണം കടത്തിയ ഇവളുടെ പേര് മാധ്യമങ്ങൾ സുരഭിയാക്കാൻ ശ്രമിച്ചു. സുറാബിയാണത് എന്നത് വളരെ കൃത്യമായിട്ട് അറിയാം. ഇതൊരു ഷോയാണ്. പൊന്നാനിയിലും കൊണ്ടോട്ടിയിലും ഒക്കെയാണ് എന്നാണ് കേൾക്കുന്നത്. കാരണം ഇവർക്ക് ഈ ഉമ്മറം വിശാലമാക്കി കൊടുത്തത് അവിടെയൊക്കെയാണ് എന്ന് ഒരുപാട് ആളുകൾ ട്രോളി പോസ്റ്റുകൾ ഇറക്കുന്നുണ്ട്. ഈ ട്രോളാൻ മറ്റ് സംഘികൾക്ക് വഴിവെട്ടി കൊടുത്തതും ഇവര് തന്നെയാണ്. അപ്പോ അവിടെ നിൽക്കട്ടെ, ഏതാണ്ട് നമുക്ക് കാര്യങ്ങള് പുറത്തെത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചല്ലോ. ഇനിയും സാമൂഹിക ഷെയ്ൻ നിഗത്തിന്റെ വിഷയത്തിലേക്ക് വന്നാൽ നമുക്ക് അതും കൂടി ഒരു കൺക്ലൂഷൻ അനിവാര്യമാണെന്ന് തോന്നി. ഈ സാമൂഹിക വിഷയങ്ങളില് അഭിപ്രായം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഷെയ്ൻ നിഗം എന്നാണ് പൊതുവെയുള്ള കാഴ്ചപ്പാടുകൾ. അങ്ങനെയാണെങ്കിൽ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് എഴുതിയതും ഈ സാമൂഹിക വിഷയങ്ങളിലെ അദ്ദേഹത്തിന്റെ മതവും രാഷ്ട്രീയവും തുറന്നു പറഞ്ഞത് തന്നെയല്ലേ? വെറുതെ ആലോചിക്കാതെ അന്വേഷിക്കാതെ ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പോസ്റ്റ് ഇടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോ അത് കൃത്യമായി അജണ്ടകളോടെ ആലോചിച്ച് തീരുമാനിച്ച് അയാളുടെ ഉള്ളിൽ കിടക്കുന്ന അയാളുടെ മതവും രാഷ്ട്രീയവും തന്നെയാണ് പുറത്തു വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, കുറച്ച് വിശ്വസിക്കുന്നു. പിന്നെ ഇയാളുടെ മാധ്യമങ്ങൾ പറഞ്ഞോളൂ. ലിറ്റിൽ ഹാർട്സ് ജൂൺ 7-ാം തീയതി റിലീസ് ആകാനിരിക്കുന്നു.
മഹിമ നമ്പ്യാരാണ് ഈ ചിത്രത്തിന്റെ നായികയായിട്ട് എത്തുന്നത്. ആ പ്രൊമോഷൻ അനാവശ്യമായ ഒരു പദപ്രയോഗം ഇയാൾ നടത്തണമെങ്കിൽ ഇയാളുടെ ഉള്ളിലുള്ള എതിർകക്ഷിയോടുള്ള വിരോധം എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ ഐ ആം ഫ്രോം സുഡാപ്പി അല്ലെങ്കിൽ സുഡാപ്പി ഫ്രോം ഇന്ത്യ ആ പോസ്റ്റ് മാത്രം മതി. എന്തുകൊണ്ടാണ് ഉണ്ണി മുകുന്ദനോട്, സുരേഷ് ഗോപിയോട്, മോഹൻലാലിനോട് ഒരു പ്രത്യേകമായിട്ടുള്ള വിരോധം ഒരു വിഭാഗം മതക്കാർ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ മതി. ഇപ്പോൾ ഈ പ്രൊമോഷൻ, ഈ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിന് ഷെയ്ൻ നിഗം നൽകിയ അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അടക്കമുള്ള ആളുകൾ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പലസ്തീൻ വിഷയത്തെ പറ്റിയും അതേ ഇന്റർവ്യൂവിൽ തന്നെ ആളുകൾ സംസാരിക്കുന്നു. എന്നിട്ട് ഇയാളും സംസാരിക്കുന്നു. ഷെയ്ൻ നിഗം തന്റെ അഭിപ്രായം പറയുന്നു. അയാൾ പറയുന്നത് അടിവരയിട്ട് മനസ്സിലാക്കണം. കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? ഇതൊക്കെ കാണുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു. ഷെയ്ൻ നിഗം പറയാണ്, ഇതൊക്കെ കാണുമ്പോ എന്റെ കണ്ണൊക്കെ നിറയും. യുദ്ധത്തിന് പല കാരണങ്ങൾ ഉണ്ടാകാം, എന്തോ ആയിക്കോട്ടെ, ഒരു കൊച്ചുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലുന്നത് എന്തിനാണ്? എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ കണ്ണ് നിറയും. ഞാൻ എന്റെ ഉമ്മച്ചിയോടൊക്കെ ഉമ്മച്ചിയുമായിട്ടൊക്കെ ഈ വിഷയങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒരു പക്ഷേ അതെന്റെ കുറവായിരിക്കും. അയാൾ പറയാണ്. ചോദിക്കട്ടെ, ഷെയ്ൻ നിഗം ഇത് കേൾക്കുമോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ആരെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കിയാൽ അത് മതി. നമ്മൾ കണ്ടു ഒക്ടോബർ 7-ാം തീയതി ഹൃദയഭേദകമായ കാഴ്ചയ്ക്ക് സാക്ഷിയായവരാണ് നമ്മൾ. ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുപോയി ഒരു വലിയ വാനിന്റെ പുറകില് ഓപ്പൺ ആയിട്ട് വാൻ ഇട്ടിട്ട് കിടത്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്ത് മുറിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടതാ. ഒരു 5-6 വയസ്സുള്ള കുട്ടി. ഈ വ്യക്തിയുടെ, ഈ ഷെയ്ൻ നിഗം എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിൽ ജാതിയും മതവും ഉണ്ടായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ കുഞ്ഞിന് വേണ്ടി ഇയാൾ ശബ്ദിക്കുമായിരുന്നു. ഞാൻ ശബ്ദിക്കും ആ കുഞ്ഞിന് വേണ്ടി. ഇപ്പൊ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും അതുകൊണ്ട് എനിക്ക് സാധിക്കും. സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി വളരെ ക്രൂരമായി പീഡിപ്പിച്ച് നമ്മൾ കണ്ടതാണ്. അവരുടുത്തിരിക്കുന്ന വസ്ത്രം മുഴുവനും ചോരയായിരുന്നു. അവരെ ചവിട്ടി വണ്ടിക്കകത്ത് കയറ്റുന്നതും ചവിട്ടുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുവരാം. എന്നിട്ട് മൃതശരീരം പോലും വെറുതെ വിടാതെ അതിനകത്ത് മലമൂത്ര വിസർജനം ചെയ്യുന്നത് നമ്മൾ കണ്ടവരാം. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഒരു ഹമാസ് ഭീകരൻ പറയാണ്, ഹമാസ് ഭീകരന്റെ മകൻ പറയുവാണ്, ആ സ്ത്രീയെ ഞാൻ ബലാത്കാരം ചെയ്തു, എന്റെ വാപ്പയും ചെയ്തു, എന്റെ കസിനും ചെയ്തു, ഒടുവിൽ എന്റെ വാപ്പയോളെ അങ്ങ് കൊന്നു. എന്തേ? അതൊരു മനുഷ്യനല്ലേ? ജൂത കണ്ണട മാറ്റിവെക്ക്, മതത്തിന്റെ കണ്ണട മാറ്റി വെച്ചിട്ട് ഈ വ്യക്തി ഇത് നോക്കിയാൽ ഇതിലും ഇയാളുടെ കണ്ണ് നിറയണം, ഇതിലും ഇയാൾക്ക് വിഷമമുണ്ടാകണം. ഇവരെയും കുഞ്ഞുങ്ങളായി കാണണം, സ്ത്രീകളായി കാണണം, മനുഷ്യരായി കാണണം. മതത്തിന്റെ കണ്ണട മാറ്റി വെച്ചിട്ട് ഉമ്മയുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യണം. ആ കുറവങ്ങ് പരിഹരിക്കാൻ ഈ വ്യക്തിക്ക് പറ്റും. പണ്ടത്തെ പോലെ അടിച്ച് തീർക്കെന്ന് അയാൾ പറയാ, ഒരറ്റത്ത് നിന്ന് ഇവിടെ നിന്നും അവിടെ നിന്നും അടിക്ക്, എന്നിട്ട് ആരാ ജയിക്കുന്നതെന്ന് വെച്ചാല് അവർക്ക് എന്താണെന്ന് വെച്ചാൽ എഴുതിയെടുക്കുകയോ എന്തേലും ചെയ്. അതിനെ കൊച്ചുങ്ങളെ കൊല്ലുന്നത് എന്തിനാണെന്ന് ചോദിക്കുക. അതുകൊണ്ട് ഷെയ്ൻ നിഗത്തിനോട് പറയാനുള്ളത്, ലോക ചരിത്രങ്ങളിൽ ഇന്നേ വരെ ഏറ്റവും കൂടുതൽ യുദ്ധവും കൊള്ളയും കൊലയും ബലാത്സംഗവും ചെയ്തതിൽ ആരാണ് മുൻപന്തിയിൽ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. തുടങ്ങ് ഷിയ സുന്നി തർക്കം, ഇസ്ലാമിക ലോകത്തുണ്ടായ അത് മുതലുള്ളതെടുക്ക്. അതല്ലെങ്കിൽ ഷെയ്ൻ നിഗത്തിന്റെ കണ്ണു നിറയാനുള്ള ഒരു കാഴ്ച ഞാൻ വേറെ പറഞ്ഞു തരാം. ഇസ്ലാമിൽ ബനു ഖുറൈള എന്ന ഒരു കൂട്ടക്കൊലയുണ്ട്, ഒന്ന് എടുത്തു നോക്കണം. പ്രവാചകൻ നേതൃത്വം വഹിച്ച ബനു ഖുറൈള കൂട്ടക്കൊല ഒന്ന് നോക്ക്. യുദ്ധമല്ല, ഒരു രാജ്യത്തേക്ക് എരച്ചു കയറി 15 വയസ്സിന് താഴെയുള്ള ആളുകളെയൊക്കെ തുണി പൊക്കി നോക്കുകയാണ്, രോമ വളർച്ച ഉണ്ടോ ഇല്ലേ എന്ന് നോക്കി അവരെ കൊല്ലാനുള്ള മാനദണ്ഡമാക്കി. ഒന്ന് നോക്ക് ബദർ യുദ്ധം, ഒന്ന് നോക്ക്. എവിടെ യുദ്ധം നടന്നാലും ശരി അവരെയൊക്കെ കുറെ ജീവൻ ഉള്ളതുണ്ടാവും, കുറെ മുക്കാൽ ജീവൻ ഉള്ളതുണ്ടാവും, കുറെ കാലുള്ളതുണ്ടാവും, കുറെ ചത്തതുണ്ടാകും. ഇതിനെയെല്ലാം വലിച്ചവിടെ ഇട്ടിട്ട് ചോരത്തളം കെട്ടിക്കിടക്കുന്ന മണ്ണിൽ ടെന്റ് ഉണ്ടാക്കി അവിടെ 3 ദിവസം കഴിച്ചുകൂട്ടിയ പ്രവാചകന്റെ മനസാക്ഷിയെ കുറിച്ച് കൂടി ഷെയ്ൻ നിഗം സംസാരിക്കണം. അപ്പോൾ മാത്രമേ അനുയായികളുടെ ക്രൂരത എത്രമാത്രം ഭീകരമാണ് എന്ന് ചിന്തിക്കാൻ പറ്റും. ഇസ്രായേലിനെ ക്രൂരരാക്കാനും ഹമാസിന്റെയും പലസ്തീന്റെയും ഒക്കെ ഒപ്പം നിൽക്കാനും വേണ്ടിയാണ് ഈ മനുഷ്യത്വത്തിന്റെ കപടക്കണ്ണീർ ഒലിപ്പിക്കുന്നതെങ്കിൽ വേണ്ട, അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. എന്നിട്ട് ആള് ചോദിക്കുക,
നമ്മുടെ മതം നമ്മൾ തീരുമാനിച്ചിട്ടാണോ ജനിച്ചത്? അല്ല, നമ്മളൊക്കെ ആർക്കും അങ്ങനെ അഭിപ്രായവുമില്ല. പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന് കരുതാനാണ് നമുക്ക് താല്പര്യം. ഞാനും ഒരു പാരമ്പര്യമായി മുസ്ലിമായ ഒരു വാപ്പയുടെയും മുസ്ലിമായ ഒരു ഉമ്മയുടെയും മകളാണ്. അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഒരിക്കലും മതത്തിൻ്റെതായിട്ടുള്ള ഒരു കണ്ണട വേണ്ടി വന്നിട്ടില്ല. മതത്തിലായിരിക്കുമ്പോഴും മതത്തിലല്ലായിരിക്കുമ്പോഴും. ഞാൻ അറബി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഖുർആൻ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും ഒക്കെ എന്റെ അടുത്ത കൂട്ടുകാരിയാണ് രമണി. അവര് മുസ്ലിം അല്ല, എന്റെ ചങ്കാണ് അവര്, ഇന്നും അതെ. അങ്ങനെ അടുപ്പം ഞങ്ങളുമായിട്ടുണ്ടായിരുന്നു. നമ്മള് സ്കൂള് വിട്ട് എന്റെ മോള് വരാൻ താമസിച്ചാൽ നേരെ രമണി ആന്റിയുടെ വീട്ടിൽ പോകാൻ പറയും. അവിടെ പോകും, അവൾ ഇവക്ക് ഭക്ഷണം കൊടുക്കും. ഞാൻ വിശേഷ ദിവസം എന്നാൽ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. ഒരിക്കലും ഞാൻ ഈ മതമാണ് പഠിച്ചതും പഠിപ്പിച്ചതും ഫോളോ ചെയ്തതും ഒക്കെ. പക്ഷേ എന്തോ ഒരു രാജ്യസ്നേഹിയായ ഒരു പിതാവിന്റെ മകളായതിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്റെ തലച്ചോറിൽ ഒരിക്കലും മതം കുത്തിത്തരാത്ത ആ പിതാവിന്റെ മകളായി ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ശബ്ദിക്കാൻ എനിക്ക് അവസരം തന്നതിന് ആ പിതാവിനെ ഞാൻ സ്മരിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് അങ്ങനെ കാണാൻ കഴിയുന്നത്. ഷെയ്ൻ നിഗം ആ രൂപത്തിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ബ്രെയിനുമായി ജീവിക്കുന്നത് കൊണ്ട്, ഒരു പക്ഷെ അത് അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്. എന്നിട്ട് ആള് ചോദിക്കുക, ഈ മതത്തിന്റെ പേരിൽ ഒരാളെ ചൂഷണം ചെയ്യുന്നത് ശരിയാണോ? അല്ല. ഐസിസിനെതിരെ സംസാരിക്കുക മതത്തിന്റെ പേരിലുള്ള ചൂഷണമാണ്. ലഷ്കർ ഇ തൊയ്ബ, അൽ ഖ്വയ്ദ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുള്ള, ഹമാസ്, എത്ര വേണം, ഹൂതികൾ, ഇങ്ങനെ ഇതെല്ലാം മതത്തിന്റെ പേരിൽ മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ, മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ, അങ്ങനെ മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നിയുക്തമായ ഒരു സംഘടനയുടെ പേരുപയോഗിച്ചിട്ടാണ് ഈ ആൾ ഇത് പറയുന്നത്. SDPI പോപ്പുലർ ഫ്രണ്ടും എന്തിനു വേണ്ടി നിയുക്തരായ സംഘടനകളാണ്. സിമി, NDF, പിന്നെ PDP, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസികളെയും ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി നിയുക്തമായ ഒരു സംഘടനയുടെ പേരുപയോഗിച്ചിട്ട് സുഡാപ്പി ഫ്രോം ഇന്ത്യ എന്ന് പോസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ അപാരമായ തൊലിക്കട്ടി ഷെയ്ൻ നിഗമേ നിനക്ക് ആവശ്യമാണ്. അബി എന്ന നടനെ അനുഭാവപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് എനിക്കിത് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. എന്നിട്ട് ആള് പറയാ, എന്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലാണ് ജനിച്ചതെങ്കിൽ ഞാനൊരു ഹിന്ദു അല്ലേ? അതൊന്ന് ചിന്തിച്ചാൽ മതി. ഒരു നേഴ്സ് വിചാരിച്ചിരുന്നെങ്കിൽ നിന്റെ മതം മാറുമായിരുന്നു. അതേ നമ്മളും പറയുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയല്ലേ? അതെ. പേരിലൊക്കെ ഒരാളെ മാറ്റി നിർത്തുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ സുറാബിയുടെ വിഷയം എടുത്ത് എന്തിനവരുടെ പേര് മാറ്റി? എന്തിനാണ് അവരുടെ പേര് മാറ്റി ഇത്രയധികം പ്രചാരണം നൽകിയത്? അപ്പോൾ മതവും പേരും ജാതിയും ഒക്കെ പലപ്പോഴും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി വരുന്നുണ്ട്. എല്ലാത്തിലും നല്ലതും ചീത്തയും ഉണ്ട് എന്ന് പറയുന്ന ഷെയ്ൻ നിഗം ഒരാളിൽ നല്ലതും ചീത്തയും ഇല്ലേ എന്ന് ചോദിക്കുന്നു. ആ ചീത്തയെ മാറ്റി നല്ലതാക്കാൻ ഒരവസരം കിട്ടിയാൽ നമ്മളത് ചെയ്യണ്ടേ? പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല എന്ന് ഷെയ്ൻ നിഗം പറയുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ പെർഫെക്റ്റ് ആണ്. ഇനിയും പെർഫെക്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴാണ്. കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാനസികമായി എന്റെ സ്വഭാവ രൂപീകരണത്തിലായിരുന്നാലും ഞാൻ 100% പെർഫെക്റ്റ് ആണ്. ഈ പെർഫെക്റ്റ് അല്ല, എന്റെ പെർഫെക്ഷനിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഇൻസിഡന്റ് ഉണ്ടാകണം. അപ്പോൾ ഞാൻ കൺവിൻസ്ഡ് ആകും, അയ്യോ അത് എന്റെ കുഴപ്പം കൊണ്ടാണല്ലോ, അപ്പോൾ ഞാൻ അത് മാറ്റി ആ സമയത്ത് 100% ആക്കും. ഇപ്പോ ഞാൻ 100 ഇനി അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എനിക്കത് മനസ്സിലാകുന്നത്. ആ സമയത്ത് ആ തെറ്റിനെ തിരുത്തി ഞാനത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഷെയ്ൻ നിഗം അതിന് ശ്രമിക്കുന്നില്ല. അതാണ് ഞാനും ഷെയ്ൻ നിഗവും തമ്മിലുള്ള വ്യത്യാസം. എന്നിരുന്നാലും എന്തായിരുന്നാലും മാപ്പ് പറയാൻ കാണിച്ച നല്ല മനസ്സിന് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ എടുത്ത എഫേർട്ടിന് റിസൾട്ട് ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. മാധ്യമങ്ങൾ പറയാൻ ഭയക്കുന്ന ഒരുപാട് വിശേഷങ്ങൾ അത് തന്നെയാണ് നമ്മൾ ചൊറിയാതെ വയ്യയിലൂടെ എന്നും ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിനെതിരെ നമ്മൾക്ക് വ്യാജ ആരോപണങ്ങളും ഒരുപാട് കേസുകളും അതല്ലെങ്കിൽ നമ്മുടെ ജയിലിൽ അടയ്ക്കുക എന്നുള്ള ഇത്യാദി വസ്തുവകകളൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ പോലും അത് ഞങ്ങൾ ശക്തമായി നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നത് മാന്യ പ്രേക്ഷകരുടെ പിൻഫലം ഒന്നുകൊണ്ട് തന്നെയാണ്. കാരണം നിങ്ങൾ തരുന്ന ആ പിന്തുണ അത് തന്നെയാണ് ഞങ്ങളുടെ ശക്തിയും. ആ ശക്തി വരും നാളുകളിലെ ഈ പറയുന്ന ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലും ഇനി വരാനിരിക്കുന്ന നമ്മുടെ ഒരുപാട് നേട്ടങ്ങൾ ആ നേട്ടങ്ങളിലും ഉണ്ടാവണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന ടീച്ചറുടെ ആ ഒരു അനുമതിയോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യുകയാണെന്ന് തൽക്കാലം പറഞ്ഞുകൊട്ടെ. അതുവരേക്കും തൽക്കാലം ജയ് ഹിന്ദ് ആൻഡ് ഗുഡ് നൈറ്റ്.